നമസ്തേ. പ്രധാനമന്ത്രിയെ പരസ്യമായി അധിക്ഷേപിച്ച റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി. ഒരു പെൺകുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം കാട്ടിയ വേടൻ, കഞ്ചാവ് കൈവശം വെച്ചതിന് അറസ്റ്റിലായ വേടൻ, മാലയിൽ പുലിപ്പല്ല് ലോക്കറ്റാക്കിയതിന് വനം വകുപ്പ് കേസെടുത്ത വേടൻ, വേദികളിൽ പരസ്യമായി തെറി വിളിക്കുന്ന വേടൻ. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ യുവാവിനെയാണ് സർക്കാർ കൊട്ടിഘോഷിച്ച് എഴുന്നള്ളിക്കുന്നത്. കൊച്ചുകുട്ടികൾ പോലും വേടനെ മാതൃകാ പുരുഷനായി ആരാധിക്കുന്നു. വേടൻ പാട്ടുകളുടെ പടത്തലവനാണെന്നാണ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി പുകഴ്ത്തിയത്. വേടനെ വാഴ്ത്തിപ്പാടിയും വേടനെ വിമർശിച്ചുമുള്ള അഭിപ്രായ പ്രകടനങ്ങളും കുറിപ്പുകളും അരങ്ങ് തകർക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ തുറന്ന സംവാദം. ആരാണ് വേടൻ? വേടന് പിന്നിൽ ആരാണ്? വേടൻ നറേറ്റീവ് കേരളത്തിൽ ക്ലച്ച് പിടിക്കുമോ? ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ, സാമൂഹ്യ നിരീക്ഷകരായ ഡോക്ടർ MV നടേശൻ, MK ഹരിദാസ്, ഇടത് സഹയാത്രികൻ ഡോക്ടർ AM ജയരാജ് എന്നിവ അതിഥികളായി ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ നടേശൻ സാറിൽ നിന്ന് ഈ സംവാദം ആരംഭിക്കുകയാണ്. വേടനിലെ കലാകാരനെ അംഗീകരിക്കുന്നു, അയാളുടെ കലാസൃഷ്ടികളെയും അംഗീകരിക്കുന്നു. പക്ഷെ വേടൻ പറയാൻ ഉത്സാഹിക്കുന്ന ജാതീയതയ്ക്കും ജാതി വെറിക്കും കേരളത്തിൻ്റെ സാമൂഹ്യ പരിതോവസ്ഥയിൽ പ്രസക്തിയുണ്ടോ? ആരുടെ കയ്യടി നേടാനാണ് വേടൻ റാപ്പിലൂടെ ശ്രമിക്കുന്നത്? നമസ്കാരം. ഈ വേടൻ എന്ന കഥാപാത്രത്തെ നമ്മൾ കേരള ജനത അറിയാൻ തുടങ്ങിയത് നമ്മുടെ പിണറായി പോലീസ് ഈ ചെറുപ്പക്കാരനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ്. കഞ്ചാവ് കേസിൽ മാത്രമല്ല, വനം വകുപ്പും വേറെ കേസെടുത്തു. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ അതിനുശേഷം ഇതേ പിണറായിയും അതുപോലെ തന്നെ അവരുടെ സർക്കാരും അടുത്തൊരു ഊഴത്തിന് വേണ്ടിയിട്ട്, മൂന്നാമത് ഒരു ഊഴത്തിന് വേണ്ടിയിട്ട് ഇതേ വേടനെ ഉപയോഗിക്കുകയാണ്. ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നതിനെക്കുറിച്ചുള്ള ചർച്ച ധാരാളം നടന്നിട്ടുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ ആർക്കും ആരെയും വിമർശിക്കാം, യാതൊരു സംശയമില്ല. കേരളം കുഞ്ചൻ നമ്പ്യാരുടെ നാടാണ്. അതുപോലെ തന്നെ കുമാരനാശാനും മാറ്റുവിൻ ചട്ടങ്ങളെ എന്നെഴുതിയ കുമാരനാശാൻ്റെ നാടാണ്. അതുകൊണ്ട് ഭരണാധിപന്മാരെ വിമർശിക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ അതുപയോഗിക്കുന്ന ഭാഷ, അത് രാജ്യത്തിനുയർത്തുന്ന സന്ദേശം, അത് ഏറ്റുപിടിക്കുന്ന ഈ രാജ്യത്തിൻ്റെ വിദ്രോഹ ശക്തികളായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം അണിചേരുമ്പോഴാണ് ഇത് കലയല്ല, വലിയ കലാപത്തിനുള്ള ആഹ്വാനമായി മാറുന്നത്. ഈ സാഹചര്യത്തിലാണ് കേരളം ചർച്ച ചെയ്യാൻ തയ്യാറെടുത്തത്. ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ, കാരണം ഒരു ഭാഗത്ത് കേരളത്തിലെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ടിരിക്കുന്നു. അതിന് സർക്കാർ തലത്തിൽ വലിയ വ്യാപകമായ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. പക്ഷെ അതേ സർക്കാർ ഈ കഞ്ചാവ്, മദ്യം, മയക്കുമരുന്ന് അതിനെല്ലാം ഗ്ലോറിഫൈ ചെയ്യുന്ന കലാകാരനെ സംരക്ഷിക്കുകയും കൊണ്ടാടപ്പെടുകയും ചെയ്യുന്ന സ്ഥലത്താണ് ചോദ്യങ്ങൾ ഉയരുന്നത്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് പറയാനുള്ള ഒരൊറ്റ കാരണമാണ്, കല ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം സരസ്വതിയുടെ അനുഗ്രഹമാണത്. അത് കിട്ടിയവർ ഓരോരുത്തരും അതൊരു ഉപാസനയായിട്ടാണ് കരുതുന്നത്. ഇവിടെ പാട്ടുപാടി നമ്മയെല്ലാം ആഹ്ലാദിപ്പിക്കുന്ന യേശുദാസും ജയചന്ദ്രനും MG ശ്രീകുമാറടക്കം എത്രയെത്ര കലാകാരന്മാരാണുള്ളത്. മൺമറഞ്ഞുപോയ ശ്രീ കലാഭവൻ മണി, ഇവരെല്ലാവരെയും നമ്മൾ ആദരവോടു കൂടിയാണ് കാണുന്നത്. കാരണം ഭിന്നിപ്പുണ്ടാക്കാനല്ല അവർ ശ്രമിച്ചത്, രാജ്യത്തെ വെല്ലുവിളിക്കാനല്ല അവർ ശ്രമിച്ചത്. മറിച്ച് അതൊരു കലയായിട്ടും സാമൂഹ്യ വിമർശനം ഉള്ള സ്ഥലത്ത് വിമർശനമുണ്ടാകും. ഇവിടെ ലോകാരാധ്യനായ പ്രധാനമന്ത്രിയെ വാളെടുത്തവൻ
കയ്യിലാണ് രാജ്യമെന്ന് പറയുമ്പോൾ ഇതേ കഥാപാത്രങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അങ്ങനെ ഒരാൾ ഈ രാജ്യത്തിൻ്റെ ഭരണം കൈയാളിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കഞ്ചാവ് അടിച്ചാണെങ്കിലും ഇവിടെ തുള്ളിക്കളിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയത്. ഇതില്ലായിരുന്നുവെങ്കിൽ പഹൽഗാം ആക്രമണത്തിനും നേതൃത്വം നൽകിയ അതേ ഭീകരന്മാരുടെ കൈകൊണ്ട് നമ്മളിൽ എത്ര പേര് പോകുമായിരുന്നു എന്ന കാര്യം ആരും മറന്നുപോകരുത്. എല്ലാവർക്കും അറിയാം, ഭാരതമെന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദി യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ ആക്ഷേപമായിരുന്നു. പക്ഷേ ശത്രുവിൻ്റെ ആയുധങ്ങൾ ഭാരതത്തിന് നേരെ വന്നണയുമ്പോൾ ഭാരതത്തെ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ ആ ഭാരതത്തിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വികസിത രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം ഈ ഊര് ചുറ്റി നടന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കലയെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, കലാകാരനെ ഇഷ്ടപ്പെടുന്നു, സാഹിത്യകാരനെ ഇഷ്ടപ്പെടുന്നു. അതെല്ലാം തന്നെ നാടിൻ്റെ പുരോഗതിക്കായിരിക്കണം, ജനങ്ങളെ തമ്മിൽ ഏകോപിപ്പിക്കുന്നതിനായിരിക്കണം, തമ്മിൽ തല്ലിക്കരുതാൻ വേണ്ടിയിട്ടുള്ളത് ആവരുത്. ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, ഭാരതത്തിൻ്റെ ഇതിഹാസമായ മഹാഭാരതവും രാമായണവും അതുപോലെ തന്നെ കാളിദാസൻ്റെ വലിയ കൃതികളെല്ലാം തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദളിത് സാഹിത്യമാണ്. അത് ലോകോത്തര സാഹിത്യമാണ്. അത് പഠിക്കാനും ഉപാസിക്കാനും അതിലൂടെ ഓരോ വ്യക്തിയെയും പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയെത്ര പരിശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. അതാണ് കലയുടെ വഴി. കല ജീവിതം തന്നെ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കല ജീവിതമാക്കി കഴിഞ്ഞാൽ കേരളം ഇനിയും അരാജകത്വത്തിലേക്ക് മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്തമുള്ള സർക്കാർ, അതുപോലെ തന്നെ ഇവിടെ വലിയ കലാകാരന്മാരുണ്ട്, ആ കലാകാരന്മാർ മുന്നോട്ട് വരണം. ഇത് പറയാനുള്ള ഉത്തരവാദിത്തം ശശികല ടീച്ചറിനോ NR മധുവിനോ മാത്രമല്ല, മറിച്ച് കലയെ ഉപാസിക്കുന്ന ആളുകളുണ്ട്. എത്രയെത്ര വർഷങ്ങൾ ഉപാസനയോടുകൂടി കലയെ കാണുന്ന ആളുകളെ കൂടിയാണ് ഇവരെ ആക്ഷേപിക്കുന്നത്. കഞ്ചാവും മദ്യവും കഴിക്കുമ്പോൾ മാത്രം പുറത്തേക്ക് ഒഴുകുന്നതാണ് കല എന്ന തെറ്റായ ഒരു സന്ദേശം. അത് നമ്മുടെ യുവാക്കൾക്ക് കൊടുക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അതിനു വേണ്ടിയിട്ടാണോ സർക്കാർ കൂട്ടുനിൽക്കുന്നത് എന്ന വലിയ ചോദ്യങ്ങൾ, അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരുമെന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ സുരക്ഷയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഏത് കൊലകൊമ്പനാണെങ്കിലും അവൻ്റെ മടയിൽ കയറി തീർത്തിരിക്കുമെന്ന് പറഞ്ഞ ആ വലിയവൻ തന്നെയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന കാര്യം ഒരു വേടനും ഒരു കാടനും മറക്കരുത് എന്നതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ടീച്ചർ, 5 വർഷം മുമ്പാണ് വേടൻ പ്രധാനമന്ത്രിയെ പരസ്യമായി അധിക്ഷേപിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അവഹേളനം. ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും കറങ്ങി നടക്കുകയാണ്. ഇന്നാണ് അതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി ഉയർന്നത്. വേടൻ്റെ പ്രവർത്തനത്തിൽ ഒരു ദേശീയ ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമല്ലേ? അപ്പോ 5 വർഷം മുമ്പാണ് ഇങ്ങനൊരു കലാകാരൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് പാടിയത് എന്ന് പറയുമ്പോൾ ഈ 5 വർഷവും ഈ നാട് അതിനെ ക്ഷമയോടുകൂടി കേട്ടിട്ടുണ്ട്. അപ്പോ അത് കാണിക്കുന്നത്, ഒരു വ്യക്തിയെ നമ്മൾ എതിർക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നത് അത് ജാതിയുടെയോ കലാപരമായ കഴിവിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല. ഈ 5 വർഷവും അദ്ദേഹം ഇതൊക്കെ പാടിയിട്ടുണ്ട്. വേദികൾ ചെന്ന് ഒരു വേദിയിലും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ആരും അദ്ദേഹത്തിനെതിരെ ചെറുവിരൽ അനക്കിയിട്ടില്ല. ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നിട്ടുണ്ട്. അപ്പൊ എനിക്കൊക്കെ അദ്ദേഹത്തെ വിമർശിക്കാനുള്ള അധികാരം എനിക്കറിയില്ല, ഞാൻ വിമർശിക്കുന്നുമില്ല. കാരണം എനിക്ക് സംഗീതത്തെ പറ്റി ഒന്നും അറിയാൻ വയ്യ. അദ്ദേഹത്തെ പോലെ തന്നെ എനിക്ക് 10,000ങ്ങളെ വേദിയിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുമില്ല. അതുകൊണ്ട് അത്തരത്തിലൊന്നും ഞാൻ അദ്ദേഹത്തെ താരതമ്യപ്പെടുത്തുകയോ പറയുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ എനിക്ക് ഞാൻ ഊന്നി പറഞ്ഞത്, ഇവിടെ ഒരു സമൂഹങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് കലയുടെ ലക്ഷ്യമല്ല. കല മനുഷ്യന്റെ ഉദാത്തമായ ഒരു ഭാവനയാണ്. കലയാകട്ടെ സാഹിത്യമാകട്ടെ, അത് ഒന്നിപ്പിക്കാനും അത് ഭിന്നിപ്പിക്കാനുള്ളതല്ല.
അപ്പൊ ഇവിടെ പ്രധാനമന്ത്രി വിമർശനത്തിന് അതീതനാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പ്രധാനമന്ത്രിയാകാം, മുഖ്യമന്ത്രിയാകാം, വിമർശിക്കാം. പക്ഷെ ആ വിമർശനത്തിന് ചില മര്യാദകളൊക്കെ വേണം. ഏത് ഭാഗത്ത് ഏത് കാര്യം കൊണ്ട് വിമർശിക്കുന്നു, എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ വായി തോന്നിയതൊക്കെ പറയുന്നു എന്നുള്ളതല്ല വിമർശനം. അദ്ദേഹം ചെയ്ത ഏതേത് കാര്യങ്ങളാണ് തെറ്റുള്ളത് അത്തരത്തിൽ പറയാം, അതിൽ നമുക്ക് ആർക്കും എതിർപ്പില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മള് ഒരു കാലത്ത് പിന്നെ ഒരു പക്ഷേ ഏതൊക്കെ തരത്തിലുള്ള നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ വേണ്ടത്ര മതപഠനം നടക്കാത്തത് കൊണ്ടോ ഒക്കെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നമ്മുടെ നാട്ടിനെ തളർത്തിയിട്ടുണ്ട്. തുറന്നു പറയുന്നതിന് ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷെ ആ തളർന്ന സമയത്തും അതിനെ അതിജീവിച്ച് ഒരുമയുടെ മന്ത്രം ഉരുക്കഴിച്ചുകൊണ്ട് എല്ലാ സമൂഹത്തിലെയും ആളുകൾ കൈകോർത്ത് പിടിച്ചു എന്നുള്ളതാണ്. ആരെയും ശത്രുക്കളാക്കി മാറ്റിക്കൊണ്ടല്ല അത്തരം ഒരു നവോത്ഥാനം നടത്തുന്നത്. എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമ്മൾ അതിനെ പിന്നിട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എവിടെയെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടാകാം, ഇല്ല എന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് ഇത്തരം ചില കലാകാരന്മാർ അല്ലെങ്കിൽ ഇത്രയും ചില ആളുകൾ സമൂഹത്തിൽ ജാതിയുടേതായ ഭിന്നിപ്പ് കടത്തിവിടുന്നത് അവരുടെ അനുഭവങ്ങളെ കൊണ്ടാണ് എന്ന് പറയുന്നു. ആണെങ്കിൽ ഈ കേരളം ഇതുവരെ പറഞ്ഞതൊക്കെ വെറും വെൺവാക്കുകളല്ലേ? കേരളത്തിന്റെ നവോത്ഥാനം നമുക്കറിയാം. 1936 വരെ നടന്ന നവോത്ഥാനത്തെ പറ്റി നമുക്കറിയാം. അത് നമ്മുടെ സ്വാമിമാരിലൂടെ, ആചാര്യന്മാരിലൂടെ, സാമൂഹ്യ പരിഷ്കർത്താക്കളിലൂടെ നടന്ന നവോത്ഥാനം. 1936 ശേഷം അതിന്റെ അവകാശികളായി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കയറി വരും. 36 ക്ഷേത്രപ്രവേശന വിളംബരം വരെ ഇതിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കുമില്ല. അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വരുന്നത്. അവർ ഉഴുതുമറിക്കുന്നതും അവർ പലവട്ടം അധികാരത്തിൽ കയറുന്നതൊക്കെ. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇവിടെ ഇപ്പൊ സാമാന്യം ഒരു ചെറുപ്പക്കാരന് പോലും എനിക്ക് ഞാൻ പറഞ്ഞത് എന്റെ മക്കളുടെ പോലും പ്രായമില്ല ഈ കുട്ടിക്ക്. അപ്പോ ഈ കുട്ടിക്ക് പോലും ജാതീയമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നുവെങ്കിൽ അതിനുത്തരം പറയേണ്ടത് കേരളത്തിലെ ഭരണകൂടമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ നവോത്ഥാനത്തിന്റെ മുഴുവൻ അട്ടിപ്പാറ അവകാശം പേറുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതിന് പ്രത്യേകമായ ഉത്തരം നൽകേണ്ടത്. ഇങ്ങനെ ഇപ്പോഴും ഇവിടെ ജാതീയമായ ഉച്ചനീചത്വങ്ങളും അധിക്ഷേപവും നടക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് എന്ന് തുറന്നു പറയണം. കാരണം അവരെ ശിക്ഷിക്കണം. അതിന് ഹിന്ദു ഐക്യവേദി ഉണ്ടായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ജാതീയമായി കുട്ടിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലോ അയൽക്കാരാകാം, അധ്യാപകരാകാം, സുഹൃത്തുക്കളാകാം, ആരുമാകട്ടെ, അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാകാം, ആരാണോ ആ കുട്ടിയുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആരാണ് അത്തരത്തിൽ അധിക്ഷേപം നടത്തിയത് എന്ന് പറയണം. നമുക്ക് ഒരുമിച്ച് അവരെ നേരിടണം. നമ്മുടെ കേരളത്തിന് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ഒരു പാപഭാരവും അല്ലെങ്കിൽ പാപക്കറിയും ഇനിയില്ലാതെ മുന്നോട്ട് പോകണം. മറിച്ച് അത്തരത്തിൽ അത് തുറന്നു പറയാതെ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ആരുമായിക്കൊള്ളട്ടെ, അതിൽ സാഹിത്യകാരന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്. സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യം അവർക്കുണ്ട്. ഈ ലക്ഷ്യം നമുക്ക് കേവലം ഇപ്പൊ പൊട്ടിമുളച്ചതല്ല. ഈ നാട്ടിലല്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെയല്ലേ ആർത്തവം ആഘോഷപൂർവ്വമായി നടത്തിയത്? എന്തിനു വേണ്ടിയായിരുന്നു? സ്ത്രീകള് മുന്നോട്ട് പോകാൻ വേണ്ടിയോ സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടിയായിരുന്നു. ഇന്നും ഇവിടെ പീഡിപ്പിക്കപ്പെടുകയാണ് സ്ത്രീകൾ, വലിയ തോതിൽ പീഡിപ്പിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു. അപ്പൊ അതിന് എന്ത് സംഭാവനയാണ് ആർത്തവം ചെയ്തത്? ഇവിടെയല്ലേ താലി പൊട്ടിച്ചെറിഞ്ഞത്? എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ചേതോവികാരം? ഇവിടെയല്ലേ ചുംബന സമരം നടന്നത്? എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള ചേതോവികാരം? ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ അവരുടെ വികാരം കരഞ്ഞു പറഞ്ഞിട്ടും അത് കേൾക്കാതെ ഏതൊക്കെയോ ആക്ടിവിസ്റ്റുകളെ എഴുന്നള്ളിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് കൊണ്ടുപോയിരുന്നു. സതുദ്ദേശത്തോടു കൂടിയായിരുന്നു. അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കുക എന്ന ഏക ഉദ്ദേശത്തോടെ, അയ്യപ്പ ഭക്തരുടെ മനസ്സ് തകർക്കുക എന്ന ഉദ്ദേശത്തോടെ, അതിനപ്പുറം സമാജത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തത്. അപ്പോ ഇതൊന്നും അത്ര നിഷ്കളങ്കമല്ല. ഇതിന്റെ പിന്നിൽ വളരെ വളരെ വലിയ ഉദ്ദേശമുണ്ട്. നമുക്കറിയാം, കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ ഭാരതത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യയെ മുറിച്ചു മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി വലിയ പ്രയത്നം അവിടെ നടക്കുന്നത്, വലിയ ആസൂത്രണം നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ അപ്പൊ നമുക്കറിയാം, ശങ്കര ഭഗവത്പാദർ ഭാരതത്തെ ഒരുമിപ്പിച്ചത് ആചാരങ്ങളിലൂടെയാണ്, അനുഷ്ഠാനങ്ങളിലൂടെയാണ്, വിശ്വാസങ്ങളിലൂടെയാണ്. അപ്പൊ ഭാരതത്തെ ഭിന്നിപ്പിക്കണമെങ്കിൽ ഇത് തന്നെ തിരിച്ച് റിവേഴ്സ് ഗിയറിലാണ്. ഇതൊക്കെ നശിപ്പിച്ചാൽ മാത്രമേ ഭാരതത്തെ തകർക്കാൻ കഴിയൂ. ഒരു കരടിൽ ഇണക്കി പുറത്തത് ആചാരങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയുമാണെങ്കിൽ ഇനി അതിനെ മുറിച്ചു മാറ്റേണ്ടത് ഈ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ മേലെ കത്തിയുയർത്തിക്കൊണ്ടാണ്. അപ്പൊ ആ നിലയ്ക്ക് ഇവിടുത്തെ സംസ്കൃതിയെ തന്നെ രണ്ടാക്കി തിരിക്കുക, ആ സംസ്കൃതിയുടെ പേരിൽ ഇവിടെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഉദ്ദേശത്തിന് ആരുടെയൊക്കെയോ നാവുകൾ, ആരുടെയൊക്കെയോ പേനകൾ വിലക്കെടുക്കപ്പെടുന്നുണ്ട്. അതിലെ ഒരു ഇരയാണ് ഈ പറഞ്ഞ ഹിരൺദാസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആരുടെ കയ്യിലെ ഇരയാണ് എന്നൊക്കെ നമുക്ക് നാളെകളിൽ ചർച്ച നടക്കേണ്ടതാണ്, വരേണ്ടത്. ആ കുട്ടിയുടെ കലാപരമായ കഴിവിനെ അംഗീകരിക്കുന്നു, വേദികൾ കിട്ടണം,
കൂടുതൽ അംഗീകരിക്കപ്പെടണം, മുന്നോട്ട് തന്നെ വരണം, അതിനൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ ഭിന്നിപ്പിക്കുക എന്നുള്ളതല്ല കലയുടെ ഉദ്ദേശം എന്നെങ്കിലും മിനിമം മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാകണം. ഇവിടുത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, ദളിത് വിഭാഗങ്ങൾക്ക് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഹിന്ദു ഐക്യവേദി കാലങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവിടുത്തെ മുഖ്യമന്ത്രിമാർക്ക് മുന്നിൽ ഞങ്ങൾ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്, പലവട്ടം ചർച്ച നടത്തിയിട്ടുണ്ട്. എന്നിട്ടും അതിന് പരിഹാരം കാണാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ 21-ാം തീയതി എല്ലാ കളക്ടറേറ്റുകൾക്കും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിലൊരു ധർണ ഞങ്ങൾ വിവാദത്തിലേക്ക് എത്തിയ ഒരു ധർണ സംഘടിപ്പിച്ചത് ഈ പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രധാനമായിട്ട്, അതേപോലെ തന്നെ OEC OBC വിഭാഗക്കാരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഭരണകൂടം നിസ്സംഗതയോടുകൂടി കാണുന്നത്, അല്ലെങ്കിൽ ഭരണകൂടം അവഗണിക്കുന്നത്, അവരുടെ ചെവിയിൽ ബധിരകർണങ്ങളിൽ എത്തിക്കാനുള്ള ഒച്ചപ്പാടായിരുന്നു ഞങ്ങളാ ഉണ്ടാക്കിയത്. കാരണം ഇവിടെ നമുക്കറിയാം, നമ്മുടെ ബഡ്ജറ്റിന്റെ 10% അത് ഉപ ഫണ്ടായിട്ട് അല്ലെങ്കിൽ ഉപ ബഡ്ജറ്റായിട്ട് എന്ന് തന്നെ പറയാം, അത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നീക്കി വെക്കണം. പക്ഷെ ആ നീക്കി വെച്ചതിൽ നിന്ന് നമ്മൾ അതൊക്കെ ഇല്ലേ ചർച്ച ചെയ്യേണ്ടത്. ആ നീക്കി വെച്ചതിൽ നിന്ന് 6500 കോടി രൂപ ലാപ്സായി പോയിരിക്കുന്നു എന്നത്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടുന്ന ആനുകൂല്യങ്ങൾ പോലും സമയത്ത് കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക? അവരിലേക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുക? ഗവേഷണ വിദ്യാർത്ഥികൾ ലാപ്സ് ആകുന്നുണ്ട്, മറുഭാഗത്ത് അടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. അടിച്ചു മാറ്റുന്നുണ്ട്. കാരണം ഇറക്കുന്നത് തന്നെ അവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല, ലാപ്സാക്കി കളയുന്ന ഒരു ഭാഗത്ത്. അതിന് വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ എന്താന്ന് പറഞ്ഞാല് ഇവരെല്ലായിടത്തും എത്ര കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് സമാജത്തിന്റെ കാഴ്ചപ്പാട്. അപ്പൊ അത്തരത്തിൽ ആ കുട്ടികൾ എല്ലാവിധ ബുദ്ധിമുട്ടും സഹിച്ച് പഠിച്ച് മുന്നോട്ട് വന്ന് ഗവേഷണ വിദ്യാർത്ഥികളായി വരെ അവർ മാറുമ്പോൾ അവരെ സഹായിക്കുക. അവർ പട്ടിണി കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. വ്യക്തിപരമായി ഞങ്ങൾ അവരിൽ പലരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് കിട്ടേണ്ടുന്ന ഗ്രാന്റ് ഫണ്ട് കിട്ടാത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും പാടില്ല കുട്ടികൾ ഗവേഷണം പൂർത്തിയാക്കും. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 10% സംവരണം അവർക്ക് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വേദനിപ്പിക്കുന്ന വസ്തുത, അവരെ ഒരു തരത്തിൽ അപമാനിച്ച് അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിലാക്കി അത് ഡ്രോപ്പ് ഔട്ട് ആവാണ് പലരും. ഇപ്പോ 10% സംവരണം കിട്ടി വരുന്ന ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 85% പേര് തോറ്റു പോവുകയോ കോഴ്സ് നിർത്തി പോവുകയോ ചെയ്യുന്നു. വെറും ഒരു 15% ശരാശരി കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നത്. ഇത്തരം കാര്യങ്ങളല്ലേ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. 10ാം ക്ലാസ്സിന് മേൽക്കൂട്ടുന്ന കുട്ടികളുടെ ലംസം ഗ്രാന്റ് പോലും കാര്യക്ഷമമായി വിതരണം ചെയ്യുന്നില്ല. എന്തിന്? വാത്സല്യ നിധി എന്ന പേരിൽ പട്ടികജാതി കുട്ടികളെ സഹായിക്കാൻ വേണ്ടി എത്ര വളരെ ചെറിയൊരു തുകയാണെങ്കിലും വാത്സല്യ നിധി എന്ന പേരിൽ ഏർപ്പെടുത്തിയതിലേക്ക് ഒരു നയാ പൈസ പോലും ഇപ്പൊ വകയിരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ്, ഗോത്ര കുട്ടികൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരുന്നതിലേക്ക് അതിലേക്ക് വേണ്ടി ഫണ്ട് വകയിരുത്തിയെങ്കിലും ഒരു നയാ പൈസ പോലും അതിലേക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരുപാട് നഗ്ന യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ആ സമൂഹത്തെ ഇതിലൊക്കെയല്ലേ കൈപിടിച്ച് അവരെ ശാക്തീകരിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ദുർബലരാണെന്നല്ല, സ്ത്രീകളോടാകാം, പട്ടികജാതി പട്ടികവർഗക്കാരോടാകാം, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളോടാകാം, ആരോടായാലും നമ്മൾ ഉപയോഗിക്കേണ്ട ഭാഷ നിങ്ങൾ ദുർബലരാണ് എന്നല്ല. അവരെ ശാക്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോരാൻ വേണ്ടുന്ന ആത്മവിശ്വാസം പകർന്നു കൊടുക്കണം, അതിന് വേണ്ടുന്ന കൈത്താങ്ങ് പകർന്നു കൊടുക്കണം. അവരെ ഏത് രംഗത്തും മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താനുള്ള എല്ലാ കഴിവും അവർക്കുണ്ട്. അതിനൊരു പക്ഷെ സാമൂഹ്യ സാമ്പത്തിക അന്തരീക്ഷം അവരെ അനുവദിക്കുന്നില്ല എന്നുള്ള ആ സാമൂഹ്യ സാമ്പത്തിക അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നതല്ലേ സാമൂഹ്യ നീതി എന്ന് പറയുന്നത്. ആ സാമൂഹ്യ നീതി അട്ടിമറിക്കുന്നതിനെതിരെയല്ലേ ഓരോരുത്തരുടെയും, അത് സാഹിത്യമാകട്ടെ കലയാകട്ടെ, അതിനുവേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ സമാജത്തെ ഭിന്നിപ്പിക്കുവാനല്ല. സമാജത്തെ ഭിന്നിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇന്ത്യയെ തന്നെ അരാജകത്വത്തിലേക്ക് നീക്കാൻ ഇവിടെ ശക്തമായ ഒരു ഭരണാധികാരി ഉണ്ടാകുന്നത് ആർക്കൊക്കെയോ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അത് ജിഹാദികൾക്കാകാം, അത് എക്സ്ട്രീം ലെഫ്റ്റിസ്റ്റുകൾക്കാകാം, അത് ഒരു പക്ഷേ നമ്മൾ തളർന്നുപോയി എന്ന് വിചാരിക്കുന്ന നക്സലുകൾക്കാകാം. ഇവർക്കൊക്കെ ശക്തമായ ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യത്തിന് അത് വിഘാതമാണ്. അതുകൊണ്ട് തന്നെ ആ ഭരണകൂടത്തെ തളർത്തുക എന്ന ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ശക്തനായ ഭരണാധികാരിയെ അവർ ലക്ഷ്യം വെക്കുന്നത്. മൊത്തം അരാജക കേരളത്തിലും അത് തന്നെയാണ് ഉദ്ദേശം. കമ്മ്യൂണിസ്റ്റുകാർ എന്തിനെന്ന് അറിയാതെ ഉണ്ടാകുന്നു, ഡിവൈഎഫ്ഐക്കാർ എനിക്കെതിരെ കേട്ടു കൊടുക്കുന്നു. പക്ഷെ അറിയേണ്ടുന്ന ഒരു വസ്തുത, അരാജകത്വത്തിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ ഭരണത്തിനെ അടക്കം എതിർത്തുകൊണ്ട് അവരിപ്പോ ജനാധിപത്യത്തിന്റെയും അല്ലെങ്കിൽ പാർലമെന്ററി സിസ്റ്റത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ, അത് പഴയ കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ ഇപ്പോൾ ഉള്ളവർ, പാർലമെന്ററി സിസ്റ്റം വേണ്ട എന്നുള്ളവരല്ലല്ലോ. അതുകൊണ്ട് അവരെ കൂടി തള്ളി പറഞ്ഞുകൊണ്ട് ഈ സമ്പ്രദായം മൊത്തം പൊളിച്ചെഴുതി ഒരു അരാജകത്വത്തിലേക്കും അസ്വസ്ഥതയിലേക്കും നീങ്ങണം എന്നാഗ്രഹിക്കുന്നവർ ഉണ്ട്. അവരുടെ കയ്യിലെ കളിപ്പാവ ആരെങ്കിലും ആകുന്നുണ്ടോ എന്ന് രാഷ്ട്രം അന്വേഷിച്ചേ മതി. നടേശൻ സാർ, ഇവിടെ നേരത്തെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, കാരണം വേടനെതിരെ കഞ്ചാവ് കേസ് മാത്രമല്ല ഉള്ളത്,
വേടനെതിരെ ലൈംഗികാധിക്ഷേപം നടന്നതായിട്ടുള്ളൊരു കേസുണ്ട്. ഇന്ന് ഒരു നടി തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, മാപ്പ് പറഞ്ഞ് അതിൽ നിന്ന് ഊരിപ്പോവാൻ ശ്രമിച്ചു എന്ന് ഒരു നടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വനം വകുപ്പെടുത്ത കേസ് ഈ പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പതിനായിരങ്ങളാണല്ലോ എത്തുന്നത്, അതിൽ ആബാലവൃദ്ധ ജനങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പൊതുവേദിയിൽ നിന്ന് വേടൻ അസഭ്യം പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം നോർമലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയല്ലേ നടക്കുന്നത്? ഇപ്പം നേരത്തെ തന്നെ നമ്മുടെ സാംസ്കാരിക മന്ത്രി ചോദിച്ചിരുന്നു, ഒരു പഫ് എടുത്തതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു MLA-യുടെ മകൻ കഞ്ചാവ് കേസിൽ പെട്ടപ്പോഴാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചത്. ഇപ്പോൾ മാത്രമല്ല, ഈ കഞ്ചാവ് കേസിൽ നരേന്ദ്രമോദിയുടെ പോലീസല്ല വേടനെ അറസ്റ്റ് ചെയ്തത്, പിണറായി വിജയൻ്റെ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ഉള്ള വേടന് തന്നെ പിണറായിയുടെ പോലീസ് സംരക്ഷണം കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ കേസിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പോയത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ സർക്കാർ പരിപാടിയിലാണ് പങ്കെടുത്തത്. അപ്പോൾ അത്തരത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം പാലക്കാട് സർക്കാർ പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് ആ പോസ്റ്ററിൻ്റെ സൈഡിൽ നോ ടു ഡ്രഗ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ ടു ഡ്രഗ്സ്, വേടൻ്റെ ഫോട്ടോയും. അപ്പോൾ ഇവർ പറയുന്ന ഒരു നറേറ്റീവ്, അതായത് അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റി, അദ്ദേഹം അത് ഏറ്റുപറഞ്ഞു, അതിന് മാപ്പ് കൊടുക്കുകയല്ലേ വേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്ത നിരവധി ആളുകൾ നമ്മുടെ ജയിലുകളിലുണ്ട് അല്ലേ? അവരെല്ലാം ഒരുപക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ കയ്യബദ്ധം കൊണ്ട് ഒക്കെ കൊലപാതകങ്ങൾ നടത്തിയവരായിരിക്കാം. അപ്പോൾ പറയുന്നതിൽ ന്യായമുണ്ടോ? ഇവിടെ ഇത്തരം ചെയ്തികളെ ഒക്കെ ഈ പറഞ്ഞതുപോലെ കഞ്ചാവ് ഉപയോഗിക്കുന്നത്, അതുപോലെ ലൈംഗിക അതിക്രമം, ഇതിനെയെല്ലാം നോർമലൈസ് ചെയ്യുന്ന ആ ഒരു സമീപനം, അത് വലിയ ദുരന്തം അല്ലേ ക്ഷണിച്ചു വരുത്തുക? തീർച്ചയായിട്ടും അത് ആ ദുരന്തമാണ് പല രീതിയിൽ സ്വന്തം കുഞ്ഞിനെ ലൈംഗിക അക്രമത്തിന് വിട്ടുകൊടുക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ കുടുംബകലഹങ്ങൾ തുടങ്ങി കേരളം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുരന്തവും ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നല്ല വാക്ക് ഓതാൻ ത്രാണിയുള്ള ആളുകൾ ഇന്ന് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തുകയും ഈ നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് വിദ്യാലയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കഞ്ചാവും മയക്കുമരുന്നും വ്യാപകമാണ്. അത് വിൽക്കുന്ന ആളുകളും ഉപയോഗിക്കുന്ന ആളുകളും ആരാണെന്നുള്ളതെല്ലാം ചർച്ച ചെയ്തു കഴിഞ്ഞ വിഷയമാണ്. ഇതുപോലെ തന്നെയാണ് കേരളം മദ്യവിമുക്തമായ കേരളം ആക്കുമെന്ന് പറയും, ഒരു ഭാഗത്ത് പറയുകയും ഇപ്പുറത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പറയുന്നതിന് വിരുദ്ധമായി ചെയ്യുന്ന ഒരു സർക്കാരും അങ്ങനെയുള്ളവരുടെ പാർട്ടിയും ഭരിക്കുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇതിനെല്ലാം കൂട്ടുപിടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ രാഷ്ട്രീയത്തെ നിങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്ത് രാഷ്ട്രീയമാണ് എന്നുള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്തു. നിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് ഭയമാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. കാരണം 10,000-കണക്കിന് ജനങ്ങളെ കൊന്നു തള്ളിയ LTT രാഷ്ട്രീയം ഞങ്ങൾക്ക് ഭയമാണ്. ഛത്തീസ്ഗഡിൽ നിരവധിയായ പാവങ്ങളെ കൊന്നു തള്ളിയ നക്സലിസം എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾക്ക് ഭയമാണ്. അതുപോലെ നിങ്ങളുടെ പ്രൊമോട്ടർമാരായിട്ടുള്ള പഹൽഗാമിലെ പാവപ്പെട്ട ജനങ്ങളെ വെടിവെച്ചു കൊന്ന രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ആളുകളെ ഞങ്ങൾക്ക് ഭയമാണ്. നീ അതിൻ്റെ പ്രതിനിധിയാണെന്ന് ജനങ്ങൾ പറയുന്നു. ഇതാണ് സാഹചര്യം. ഇനി ഇതെല്ലാം പറഞ്ഞിട്ട് എൻ്റേത് സമത്വത്തിൽ അധിഷ്ഠിതമായ അംബേദ്കറിൻ്റെ പൊളിറ്റിക്സ് ആണെന്ന് പറയും. മഹാനായ അംബേദ്കറെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ വേഷം കെട്ടെല്ലാം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് അംബേദ്കർ കലയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഒരു കലാകാരൻ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളണം, സമൂഹത്തിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളണം. ആ കലാകാരൻ
സമൂഹത്തിലെ മാലിന്യങ്ങളുണ്ടെങ്കിൽ അതിനെ വിമർശിക്കണം. പക്ഷേ ഓർക്കുക, ആ കലാകാരൻ ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ വാഹകന്മാരായിരിക്കണം. അംബേദ്കർ പറഞ്ഞ സംസ്കാരത്തിൻ്റെ വാഹകന്മാരാണോ ഈ തുള്ളിക്കളിക്കുന്നത്? അതിൻ്റെ വക്താക്കളാണോ ഇവരുടെ മുമ്പിൽ കിടന്ന് ബഹളമൊക്കെ വെക്കുന്നത്? അല്ല. ഇത് കാണിക്കുന്നത് മഹാനായ അംബേദ്കറെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വൈകൃതങ്ങളെയും അതിനെയെല്ലാം ഗ്ലോറിഫൈ ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളാണ്. കലാകാരനാണ്, കഴിവുകളുണ്ട്, തീർച്ചയായിട്ടും അത് സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തണം. പക്ഷെ അത് രാജ്യവിരുദ്ധമായാൽ, അത് മനുഷ്യവിരുദ്ധമായാൽ അത് ചോദ്യം ചെയ്യപ്പെടും, യാതൊരു സംശയവുമില്ല. ആ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ചില ആളുകളുണ്ട്. വളരെ പെട്ടെന്നാണ്, സ്വിച്ച് ഇട്ടതുപോലെയാണ് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. ഈ സപ്പോർട്ട് ചെയ്യാൻ വന്ന ഓരോരുത്തരെയും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫെമിനിസത്തിൻ്റെ പേരിൽ കുടുംബം കലക്കുകയും നാട്ടിലെ ഇല്ലാത്ത അരാജകത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ടുവരികയും ചെയ്ത ചില കഥാപാത്രങ്ങളാണ് ചാടിക്കളിച്ച് ഈ സപ്പോർട്ടിങ്ങിന് വരുന്നത്. കലാകാരൻ എന്ന രീതിയിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ അതൊരിക്കലും നന്നല്ല. പിന്നെ ഈ ദളിത് എന്ന് പറയുന്നത് ഈ ജാതിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ വേഷം, അത് ആരുടെ നെഞ്ചത്ത് കിടന്നാണ് ഈ കളിക്കണത്? അത് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കിടന്ന് കളിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പുലയനല്ലടാ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഞാൻ ക്രിസ്ത്യാനി അല്ലടാ, ഞാൻ മുസ്ലിം അല്ലടാ എന്ന് പറയാൻ പറ്റുമോ എന്ന ചോദ്യമാണ് സമൂഹം ചോദിക്കുന്നത്. അന്ന് കഴിഞ്ഞു, ഈ കലയും കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടാർഗറ്റ് കൃത്യമാണ്. 47 ഭരണം പിടിക്കാൻ തീഹാർ ജയിലിൽ ഇരുന്നുകൊണ്ട് സ്വപ്നം കാണുന്നവരുടെ അജണ്ടയാണ്. ഇനിയൊരു 3-ാം ഊഴത്തിന് വേണ്ടി ശ്രമിക്കുന്നവരുടെ അജണ്ടയാണ്. ഈ അജണ്ട ഒരിക്കലും നാടിനെ നന്മയിലേക്ക് നയിക്കില്ല. അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുള്ളൂ. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനെ കലാകാരനായി വളരാൻ അനുവദിക്കുക. അത് കൊലയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ആഹ്വാനമാക്കി മാറ്റരുത്. കലയുള്ളിടത്ത് കൊലയില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ ഇന്ന് കലയും സാഹിത്യവും അതിനു വേണ്ടിയിട്ടുള്ള മൂർച്ച കൂട്ടുന്ന ഉപകരണമാക്കി മാറ്റുന്നത് ആര്? ഇതെല്ലാം എല്ലാവർക്കും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇവിടെ പ്രബുദ്ധരാണ് എന്നും ഇവിടെ പുരോഗമനത്തിൻ്റെ വക്താക്കളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരു വീണ്ടും വിചാരം നടത്തണം. നിങ്ങൾക്ക് NR മധു വർഗീയവാദിയെന്നോ അല്ലെങ്കിൽ ശശികല ടീച്ചർ വർഗീയ വിഷമമെന്നോ എന്ത് വേണേലും വിളിക്കാം, ആരെ വേണമെങ്കിലും നമുക്ക് വിമർശിക്കാം. പക്ഷെ ചില സത്യങ്ങൾ നമ്മൾ മറച്ചു വെക്കാൻ സാധ്യമല്ല. അത് പുറത്തു വരും, അത് പുറത്തു വന്നേ പറ്റുള്ളൂ. കാരണം ഇത് കേരളം എന്ന നിലയിൽ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗൗരവമായ ചിലൊരു പ്രശ്നങ്ങളുണ്ട്. ഈ ചെറുപ്പക്കാരൻ ജാതീയമായി ആക്ഷേപം സഹിച്ചു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ ആളുകൾ നടത്തിയ ആക്ഷേപം ആ ചെറുപ്പക്കാരൻ അനുഭവിച്ചിട്ടുണ്ട്. മണിശങ്കർ അയ്യരുടെ പിണിയാളുകൾ നടത്തിയ ആക്ഷേപം അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീതാറാം യെച്ചൂരി പ്രതിനിധാനം ചെയ്യുന്ന ജാതിയുടെ ആക്ഷേപം ഈ ചെറുപ്പക്കാരൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാ കോപവും ഒരു ഛായാവാലയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ നെഞ്ചത്തേക്ക് കയറി കളിക്കാമെന്നുള്ളത് അത് അപകടം പിടിച്ച കളിയാണ്. അത് വളരെ തെറ്റായ കീഴ്വഴക്കമാണ്. ഇന്ന് ലോകരാജ്യങ്ങൾ ആ ഭരണാധിപനെ ബഹുമാനിക്കുക മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഇത്രമേൽ അഭിമാനകരമായ നേട്ടമുണ്ടാക്കുകയും ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും വിദേശ രാജ്യങ്ങളുണ്ടെന്ന് ചോദിക്കുക. അവരിന്ന് ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുകയാണ്. ആ അഭിമാനത്തിന് കാരണക്കാരനായിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യനെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ വേദനിക്കുന്നവരുണ്ടാവും, അവർ വിമർശിക്കും, അവർ കേസ് കൊടുക്കും. അപ്പോൾ അത് വരുമ്പോൾ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞുകൊണ്ട്
ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഒരാളെ മാത്രം വേട്ടയാടുമ്പോൾ കിടന്ന് ബഹളം വെക്കുകയും നേരെ തിരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വേട്ടയാടുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ പല ആളുകൾക്കും നോവാത്തത്? എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവുണ്ട്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം അത് പാകിസ്ഥാൻ പോലുള്ളതായ ഭീകര രാഷ്ട്രങ്ങളുടെ അജണ്ടയാണ്. അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ. ആ ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഈ പാട്ടിലൂടെ ഇവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇവരുടെ പിന്നിലാര് എന്നുള്ളത് അതിലേറെ വ്യക്തമാണ്. പക്ഷേ ഈ നാട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള കോടിക്കണക്കിന് ആളുകളുണ്ട്. ആ ജനങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തെറ്റായ കീഴ്വഴക്കങ്ങളെ അത് അനുവദിച്ചു കൊടുക്കില്ല. ഇവിടെ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും ആരാധിക്കുന്ന രാജ്യമാണ്. അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വൈകുണ്ഠസ്വാമി എന്ന് പറയുന്ന കേരളത്തിൻ്റെ യഥാർത്ഥത്തിലെ നവോത്ഥാന നായകൻ, ജനനം കൊണ്ട് അദ്ദേഹം ദളിത് സമുദായത്തിലുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തെ ആചാര്യനായിട്ടാണ് കരുതുന്നത്. അദ്ദേഹം ആരുടെയും ആരോടെങ്കിലും പക വീട്ടുക എന്നുള്ളതല്ല. പണ്ടെങ്ങോ ചെയ്ത് തീർത്ത തെറ്റിന് അതിനെല്ലാം ഞങ്ങൾ പക ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കമ്പിപ്പാരയുമായിട്ട് ഇറങ്ങുന്നതല്ല സംസ്കാരം, അതല്ല കല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ, കഞ്ചാവ് അടിക്കാത്ത ആളുകൾ ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു മനസ്സിലാക്കണം. കാരണം നല്ലൊരു ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനാണ്, കേരളത്തിൻ്റെ അഭിമാനമായി മാറേണ്ട ഒരു ചെറുപ്പക്കാരനാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാവർക്കും ആ പ്രതിഭയിൽ വളരെ വിശ്വാസമുണ്ട്, നേർവഴിക്കാണെങ്കിൽ. ഇത്രയ്ക്ക് അങ്ങോട്ട് ആഘോഷിക്കാൻ മാത്രം എന്തുണ്ട് വേടനിൽ? ഇപ്പോൾ വേടൻ്റെ പാട്ടുകൾ ആഘോഷിക്കാം, പക്ഷേ പാട്ടുകളിലൂടെ പറയുന്നത് ആഘോഷിക്കപ്പെടേണ്ടതാണോ? എം കെ ഹരിദാസ്. എൻ്റെ പ്രിയപ്പെട്ട അനിൽ നമ്പ്യാർജി, ഈ വിഷയം നമ്മൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇന്ത്യ മഹാരാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട്, നമ്മൾ പറയില്ലേ, അങ്ങേയറ്റം നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്ത ഇത്തരത്തിലുള്ള ദുഷ്ചെയ്തികളുടെ നടുവിലാണ് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 20 വയസ്സുകാരനായിട്ടുള്ള ഒരു തീരെ വിവരമില്ലാത്ത, സാമൂഹിക ചുറ്റുപാടുകളെയും താൻ ജീവിക്കുന്ന സാഹചര്യങ്ങളെയും കുറിച്ച് ബോധമില്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു വിഷയം ഇത്രയൊക്കെ നമുക്ക് പെരുപ്പിക്കണോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചോദ്യം. കാരണം എന്താ വെച്ചാൽ ഇന്ന് നിങ്ങളുടെ ഈ പ്രൊമോ കാർഡ് പുറത്തേക്ക് വന്നതിന് ശേഷം എന്നെ ചുരുങ്ങിയത് 3 BJP നേതാക്കള്, ഒട്ടും മോശമല്ലാത്ത 3 BJP നേതാക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിലെ BJPക്ക് ഉള്ളിൽ തന്നെ ഇതിൽ എതിരഭിപ്രായമുള്ള കാരണം കൊണ്ട് താങ്കൾ പങ്കെടുക്കരുത് ഇതില്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശശികല ടീച്ചർ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അങ്ങേയറ്റം പാർട്ടിക്കുള്ളിൽ തന്നെ. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ ഒരു മെസ്സേജ് നൽകിയിട്ടുണ്ട്, ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ നിശ്ചിതമായ ഒരു അകലം പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യത്തെ കാണാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പങ്കെടുക്കരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടും, ഒന്നാമത് ചർച്ച നയിക്കുന്നത് ശ്രീ അനിൽ നമ്പ്യാർ ആയതുകൊണ്ടും ജനം TV-യിലായതുകൊണ്ടും 4 ദിവസം മുമ്പ് ഈ ശശികല ടീച്ചറുടെ പ്രസംഗം വന്നെന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 4 ഇപ്പൊ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒഴിഞ്ഞു അതിൽ നിന്ന്. കാരണം ഇതൊരു ചീള് കേസ്. ആരാണ് ശ്രീ അനിൽ നമ്പ്യാർ ഈ വേടൻ? 30% കേരളത്തിലെ ജനങ്ങൾ അറിയുകയും 70% പ്രായപൂർത്തിയായ ജനങ്ങൾക്ക് ഈ വേടൻ ആരാണ് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തെ എല്ലാവരും കൂടിയിട്ട് 70% പ്രിയങ്കരനും അറിയപ്പെടുന്ന വ്യക്തിയുമായി മാറ്റുകയും 30% അറിയാത്തവരായിട്ടുള്ള ഒരു ജനങ്ങൾ കേരളത്തിലത്തെ ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയും വരുത്തി തീർത്തത് ആരാണ്? ഇതിന് ഉത്തരവാദി ആരാണ്? ഈ സന്തോഷ് വർക്കി. ആരാണ് ഈ തൊപ്പി? ഈ തൊപ്പിയെയും സന്തോഷ് വർക്കിയെയും അതുപോലെ തന്നെ ഈ വേടനെയും ഒക്കെ ഇവിടെ നമ്മൾക്ക് ഇലക്ട്രോണിക് മാധ്യമ രംഗം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ഈ വേടനെയൊക്കെ നമുക്ക് വല്ല വിധത്തിലും നമ്മൾ അറിയില്ല. ഈ സന്തോഷ് വർക്കി അറിയോ? ഇല്ല. അതുമാതിരി തന്നെ ഈ തൊപ്പി അറിയോ? ഇല്ല. ഇപ്പൊ ഈ ഇലക്ട്രോണിക് മീഡിയയുടെ ആവിർഭാവത്തോടു കൂടി അതിന്റെ മറ പറ്റിയിട്ട് ഇത്തരം ചില ദുഷ്ചെയ്തികൾ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊന്നും ശശികല ടീച്ചറെ പോലുള്ള ഒരാള് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കരുതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ. ശ്രീ എം കെ ഹരിദാസ്, നമുക്ക് ഇത്തരം ആഭാസങ്ങൾ കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? വലിയൊരു അപകടത്തിലേക്കാണ് ചെന്ന് പതിക്കാൻ പോകുന്നത്. വലിയൊരു ആപത്താണ്. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടാനുള്ള ഒരു ഉത്തരവാദിത്വമില്ലേ? താങ്കൾ പറയുന്നത് ശരിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ
അതുവഴി ഒരു പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇതൊക്കെ കണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കണ്ടിട്ട് നമ്മൾ ആരും വെറുതെ ഇരിക്കേണ്ട. പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കാത്തപ്പോ ഇതിപ്പോ ഒരു മാർക്കറ്റിംഗ് ആയില്ലേ ശ്രീ അനിൽ നമ്പ്യാർ? അവൻ എന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് അല്ലേ നിങ്ങൾ ചെയ്തു കൊടുത്തത്? ഒരു സർക്കാർ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MP ഗോവിന്ദനും പിണറായി വിജയനും അതുമാതിരി തന്നെ ഇപ്പോഴത്തെ 21 മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് സർക്കാർ പരിപാടികൾ നടത്തുന്നത് എന്നാണ് അവരുടെ ധാരണ. സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ അതിന് നികുതിദായകരുടെ പണം കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി ഇടുക്കിയിൽ നടത്തുമ്പോൾ ഇപ്പോ ഈ വിവാദ നായകനെ അതിലേക്ക് ക്ഷണിച്ചൊരു പാട്ട് പാടാൻ ക്ഷണിക്കാത്ത വിധത്തിലുള്ള ഒരു പക്വത കാണിക്കാൻ നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ ഒരു കാര്യത്തിലും പക്വതയില്ല. ഈ ഒരു കാര്യത്തിലും പക്വത ഇല്ലായ്മ കാണിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ നമുക്കൊക്കെ ഇത്തരത്തിലൊന്ന് സംസാരിക്കേണ്ടി വന്നത്. ഈ ഇടതുപക്ഷം അഥവാ CPM എന്ന് പറയുന്നവരുടെ തന്ത്രം എന്നാണ് ചോദിക്കുക. അവർക്ക് ഇലക്ഷൻ വരുമ്പോൾ വോട്ട് നേടാൻ ഏത് അലവലാതിയായാലും ഏത് മത നേതാവായാലും അന്ന് വരെ തള്ളി പറഞ്ഞിട്ടില്ല. ചർച്ചയുമായി ബന്ധമില്ലാത്തൊരു കാര്യം ഞാൻ പറയുകയാണ്. ഈ കാന്തപുരം എന്ന് പറയുന്ന മുസ്ലിം മതപണ്ഡിതനോ ആരോ ആവട്ടെ, അദ്ദേഹം മുഹമ്മദ് നബിയുടെ മുടിയാണെന്നും പറഞ്ഞിട്ട് ഒരു മുടി പ്രദർശിപ്പിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 15 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള സംഭവമാണ്. അപ്പൊ അന്ന് ധൈര്യപൂർവ്വം ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പിണറായി വിജയൻ. എനിക്ക് ഈ പിണറായി വിജയന്റെ ചില പ്ലസ് പോയിന്റുകളോട്, മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിലെ വിസർജ്യമല്ലേ എന്നാണ് അദ്ദേഹം അന്ന് ചോദിച്ചത്. കാര്യമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഈ പിണറായി വിജയനെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ നേതാവിനെയും വെല്ലുവിളിക്കുകയാണ്. ഇപ്പോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പോ അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ പിണറായി വിജയനെ ഞാൻ അന്ന് ആ ചോദിച്ച ചോദ്യത്തിനെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അതുപോലെ തന്നെയാണ് നികൃഷ്ട ജീവി എന്ന് ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷനെ വിളിച്ച അദ്ദേഹത്തിനെ ഞാൻ ആ വിളിച്ചതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അപ്പൊ വേടനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ അധികാരത്തിൽ കയറണം. അല്ലാണ്ട് വേടൻ ദളിതനായതുകൊണ്ടോ വേടൻ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരം വലിയ വലിയ ആളുകളിൽ നിന്നും നീതിപൂർവമല്ലാത്ത പെരുമാറ്റവും ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപവും ഒക്കെ നേടുന്നത് കൊണ്ടോ അദ്ദേഹത്തെ ഉദ്ധരിക്കാനൊന്നല്ല ഇവർ ഈ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം വേടനെ ചാരി നിന്ന് കഴിഞ്ഞാൽ 4 വോട്ട് കിട്ടുമെങ്കിൽ ആ വോട്ട് മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയ്ക്ക് ഉതകുന്ന വിധത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വേടനെന്ന് ആദ്യം ചോദിക്കുക ഒരു പക്ഷെ പിണറായി വിജയനും അതുപോലെ തന്നെ അത് ഇടതുപക്ഷ അധികാരത്തിൽ കയറിയാലും ഇല്ലെങ്കിലും ചോദിക്കും ആരാണ് ഈ വേടൻ. ഞാൻ ഇപ്പൊ ചോദിച്ചില്ലേ സന്തോഷ് വർക്കി ആരാണ്, അതുമാതിരി തന്നെ ഈ തൊപ്പി ആരാന്നൊക്കെ ചോദിച്ച മാതിരി ഇവർക്കും അജ്ഞാതരായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഈ വേടൻ മാറുകയാണ്. അപ്പൊ നമ്മൾ ഈ കാര്യത്തിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, വേടന്റെ പിന്നില് ആരെങ്കിലും കളിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു നമ്മൾ പറയില്ലേ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന്റെ അമ്മ ഒരു ശ്രീലങ്കൻ വനിതയാണെന്ന് പറയുന്നു. ഇദ്ദേഹത്തിന്റെ പാട്ടുകളിലെ വരികളും കാര്യങ്ങളും ഒക്കെ പാട്ടുകളല്ല, വർത്തമാനം, ഇദ്ദേഹം പാട്ടാണെന്ന നിലയിലുള്ള വർത്തമാനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 or 2 ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിലത്തെ പാട്ടിൽ കേൾക്കേണ്ടി വന്നു. കാരണം സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 1 or 2 പാട്ട് പാടുകയല്ല, അദ്ദേഹം പാട്ട് പറയുന്നതിലൂടെ ഇവിടെ ജാതി അധിക്ഷേപം നേരിടുകയാണ്. നോക്കൂ ശ്രീ അനിൽ നമ്പ്യാർ, 4 വയസ്സുകാരിയെ ഉറ്റ ബന്ധു എന്നേ നിങ്ങൾ മാധ്യമങ്ങൾ വിടുന്നുള്ളൂ. ഇപ്പൊ ചെറിയച്ഛനാണെന്നും വലിയച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ക്രൂരമായിട്ട് ആ കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോ ഭാര്യയെ പുറത്ത് കിടത്തിയിട്ട് സ്വന്തം ഭാര്യയാക്കിയിട്ട് ഈ 2 വയസ്സുകാരി ഉപയോഗിച്ചിട്ട് ഇപ്പൊ 4 വയസ്സിൽ ആ കുട്ടിക്ക് അപമൃത്യു നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ കറുത്ത വർഗക്കാർ എന്ന് പറയുന്നത് അവഹേളിക്കപ്പെടേണ്ടവരാണ് എന്നൊരു തള്ള തിരുവനന്തപുരത്തിരുന്ന് പറഞ്ഞിട്ട് ഈ ശശികല ടീച്ചർ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടോ? അവിടെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോ കലാഭവൻ മണി നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജാതി എന്താണ് എന്നുള്ളത്. അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം ജാതി അധിക്ഷേപം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് ഈ അതിലെ. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന നിലയ്ക്കും അദ്ദേഹത്തെ ഇത്തരത്തിൽ നമുക്ക് ക്യാൻവാസ് ചെയ്യാൻ കിട്ടുകയില്ല എന്നുള്ള നിലയ്ക്കും ആരും കലാഭവൻ മണിയെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ തള്ള കലാഭവൻ മണിയുടെ സഹോദരനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ ജാതി അധിക്ഷേപം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതി അധിക്ഷേപം ഇവിടെ ധാരാളമുണ്ട്. പക്ഷെ എനിക്ക് ശശികല ടീച്ചറോടും എനിക്ക് മുമ്പ് സംസാരിച്ച മറ്റേ BJPയുടെ അനുഭാവിയോട് ചോദിക്കാനുള്ളത്, വേടനെ പോലെ വിവരമില്ലാത്ത ഒരു വ്യക്തി
ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ 4 വർഷം മുമ്പ് പാടിയ ഒരു പാട്ടിലൂടെ അപഹസിച്ചുവെങ്കിൽ അപഹസിക്കപ്പെടുന്നവനാണോ മോദി? താങ്കൾ ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് മോദി നൽകുന്ന മോദിക്ക് നൽകുന്ന പിന്തുണയും മോദി നേടിയെടുത്തിട്ടുള്ള നമ്മൾ പറയില്ല അദ്ദേഹത്തിന്റെ പ്രശസ്തിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ഒരു ചെറുക്കൻ ഒരു പാട്ടിലൂടെ ഈ മോദിയെ കളിയാക്കി കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുന്ന ഇമേജേ നമ്മുടെ മോദിക്കുള്ളൂ. ഞാനിത് പറയാനുള്ള കാരണം രാജീവ് ചന്ദ്രശേഖർ ഒരു മെസ്സേജ് ഇറക്കിയിട്ടുണ്ട് ശ്രീ അനിൽ നമ്പ്യാർ. ഈ വിഷയത്തില് ആരാണെങ്കിലും BJP-യുമായി അനുഭാവമുള്ളവരെ, എനിക്കിത് അയച്ചെന്നത് വേറെ ആരുമില്ല കേട്ടോ, ഒരു BJP നേതാവ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അയച്ചു തന്നതാണ്. ഒരു നിശ്ചിത ദൂരം പാലിച്ചുകൊണ്ട് മാത്രമേ ഈ വിഷയത്തിൽ സംസാരിക്കാൻ പാടുള്ളൂ. കേറി വേടനെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ വേടൻ പറഞ്ഞതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യരുത് എന്നുള്ളൊരു ഇന്റേണൽ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. സത്യമാണോ എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോ നിങ്ങളിപ്പോ ഇന്ന് ജനം വേടന് സവർണ ഫാസിസ്റ്റുകൾ വേട്ടയാടുന്നു എന്നാണല്ലോ ആക്ഷേപം. ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ അനിൽ നമ്പ്യാർ, അല്ല അങ്ങനെയുള്ള നെറേറ്റീവുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ എന്താണ് വസ്തുതകൾ, എന്താണ് യാഥാർത്ഥ്യം എന്ന് വിളിച്ചു പറയാനുള്ള ഒരു ആർജവം ആരെങ്കിലുമൊക്കെ കാണിക്കണ്ടേ? എനിക്ക് ഈ കാര്യത്തിൽ ഈ വേടനെ ആവശ്യത്തിലധികം പ്രശസ്തി നേടിക്കൊടുക്കുക മാത്രമാണ്. ശശികല ടീച്ചറെ പോലെ ആയാലും ഇപ്പൊ എനിക്ക് മുമ്പ് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ശ്രീ മധു ആയാലും ഇത്തരക്കാരെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ മധു അവസാനിപ്പിച്ചത് എങ്ങനെയാ ശ്രീ അനിൽ നമ്പ്യാർ? അവനിലെ കലാകാരനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അവനിലെ കലാവൈഭവത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ അംഗീകരിക്കാത്തത് എന്താണ്? അവൻ ഇത്തരത്തിൽ ഞങ്ങളുടെ നേതാവിനെ അധിക്ഷേപിക്കുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് അംഗീകരിക്കാത്തത്. നോക്കൂ ശ്രീ അനിൽ നമ്പ്യാർ, നമ്മൾ നേരം വെളുത്തിട്ട് വൈകുന്നേരം ആവുന്നത് വരെ ഈ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാട്ടാ, എന്നിട്ടും ചില സമയത്തൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പൊ ഈ പാട്ടിലെ എന്താണ് ആ പാട്ടിന്റെ പേരെന്തോ പറയുന്നുണ്ടല്ലോ, വോയിസ്ലെസ് എന്ന് പറയുന്ന ആ പാട്ടിലെ ശ്രീ മോദിയെ അധിക്ഷേപിച്ചതിന്റെ 10,000 ഇരട്ടിയിലധികം ഈ മോദിയെ എന്തൊക്കെ അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുന്നുണ്ട്. അവർക്കെതിരെയൊക്കെ ഇത്തരം കുറയ്ക്കുന്ന പട്ടികൾക്കെതിരെയൊക്കെ ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള ഒരു ശബ്ദമുയർത്തുക, അല്ലെങ്കിൽ ശശികല ടീച്ചറെ പോലുള്ള ഒരു ശബ്ദമുയർത്തുക, ശ്രീ മധുവിനെ പോലുള്ള ഒരു ശബ്ദമുയർത്തുക, അതിന്റെ ഗുണഭോക്താവായിട്ട് വേടൻ മാറിയിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പുള്ള വേടനല്ല ഇപ്പോ. അത് നമുക്ക് വാട്സപ്പ് മെസ്സേജ് വരുമ്പോൾ വായിക്കാതിരിക്കാൻ പറ്റില്ല. ആ മെസ്സേജിലൂടെ അറിയുന്നുണ്ട് വേടന്റെ ആരാധകർ 4 ഇരട്ടിയായി വർദ്ധിച്ചു കഴിഞ്ഞു. ഇപ്പൊ എന്റെ വീട്ടില് എന്റെ ഭാര്യയുണ്ട്, എന്റെ മരുമകളുണ്ട്, എന്റെ മകനുണ്ട്. ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് പോവാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അച്ഛ വേടനെതിരെ സംസാരിക്കുമ്പോൾ അച്ഛൻ വളരെയധികം സൂക്ഷിക്കണം. കാരണം വേടൻ അത്രയ്ക്കധികം ജനപ്രിയനായി കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിന്റെ അധപ്പതനമല്ലേ നമ്മൾ അതിലെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വയലാറും അതുമാതിരി തന്നെ എന്താ പറയേണ്ടത്, തോപ്പിൽ ബാസിയും, അതുമാതിരി തന്നെ ഞങ്ങൾക്ക് ഒരു രാമചന്ദ്രൻ എന്ന് അദ്ദേഹത്തിന്റെ സ്ഥലപ്പേര് ഓർമ്മ വരുന്നില്ല. ഇവരൊക്കെ നാടകങ്ങളിലൂടെയും അവരുടെ പാട്ടുകളിലൂടെയും ഇവിടുത്തെ ദളിത് സമുദായങ്ങളും ഇവിടുത്തെ അധംകൃത സമുദായങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഒരു സോഷ്യൽ മീഡിയയും ഒരു ഇലക്ട്രോണിക് മീഡിയയും ഇല്ലാത്ത കാലഘട്ടത്തിലെ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെ ഈ വയലാർ എഴുതിയ പാട്ടുകളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ധാരാളം വരികളിലൂടെ ഇവർ ഈ അധംകൃത നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞ ആ വയലാറിനും ആ തോപ്പിൽ ബാസിക്കും കൊടുക്കാത്ത ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവനെയൊക്കെ വെറുതെ വലുതാക്കണോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഞാൻ ഈ ചർച്ചയിലൂടെ ഉന്നയിക്കുന്നത്. പക്ഷെ ശശികല ടീച്ചർക്ക് വേടനെ വിമർശിക്കാനുള്ള ശശികല ടീച്ചറുടെ മൗലിക അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, ചെയ്യാം. അതുമാതിരി തന്നെ ശ്രീ മധുവിനും അത് ചെയ്യാം, യാതൊരു സംശയവുമില്ല. പക്ഷെ അവരുടെ വിമർശനം അവനെ ഒരു മാർക്കറ്റിംഗ് സിറ്റുവേഷൻ വരുത്തി കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന അപകടം വലുതാണ്. കാരണം ഇവനെ ഇവിടെ പിടിച്ചിരിക്കുന്നതും ഇവനെ 10 പേര് ഞാൻ അറിഞ്ഞു. ശ്രീ ഹരിദാസ്, ഈ വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു സൈഡിൽ ബെനിഫിഷ്യറീസ് ഉണ്ടാവുമല്ലോ അല്ലെ? അതുകൊണ്ട് ഒരു വിഭാഗത്തിന് വലിയ കോട്ടായിരിക്കും, ഒരു വിഭാഗത്തിന് നേട്ടവും കിട്ടും. സ്വാഭാവികമല്ലേ അത്? തീർച്ചയായിട്ടും. പക്ഷെ എങ്കിലും ഇവര് ബിൽഡപ്പ് ചെയ്യുന്ന ആ ഒരു നറേറ്റീവ്, അതിനെ എതിർക്കേണ്ട ഉത്തരവാദിത്തം ആർക്കെങ്കിലും ഒക്കെ ഇല്ലേ? ആയിക്കോട്ടെ. പക്ഷെ ഈ ജനം ടിവിയും ശശികല ടീച്ചറെയും ശ്രീ മധുവിനെയും അറിയുന്നത് BJP-യുടെ അനുഭാവികളായോ BJP പ്രവർത്തകരായിട്ടോ അല്ലേ ശ്രീ അനിൽ നമ്പ്യാർ? അവർക്കെതിരായിട്ട് ഞാൻ ആ മെസ്സേജ് കണ്ട് ഞെട്ടിപ്പോയി.
താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അങ്ങേയറ്റം എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ശശികല ടീച്ചറുടെ ഈ പ്രകോപനപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങളോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം വിരോധമുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, എനിക്കറിയില്ല സത്യമാണോ അല്ലയോ എന്ന്. എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകളിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്തരക്കാരോ ഈ BJP-യിൽ എനിക്ക് ഈ മെസ്സേജ് ഉണ്ടായിരിക്കാം. അത് 100% ഞാൻ അതിനുശേഷം 1-2 നേതാക്കളെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു പാർട്ടിക്ക് ഈ സംഗതിയിൽ ഇടപെട്ടിട്ടുള്ള രീതിക്ക് അങ്ങേയറ്റം വിയോജിപ്പുണ്ട്. കാരണം പാർട്ടിയിൽ BJP എന്ന് പറയുന്ന പാർട്ടിയിൽ ഇവനെ ആരാധിക്കുന്ന വലിയൊരു സമൂഹമുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ശശികല ടീച്ചറെ യാതൊരുവിധ മടിയും കൂടാതെ ശശികല ടീച്ചറുടെ വാക്കുകളും വാചകങ്ങളും അവരുടെ പ്രവർത്തനങ്ങളെയും അങ്ങേയറ്റം ശ്ലാഘനീയമാക്കി പുകഴ്ത്തിപ്പാടുന്ന ഒരു വിഭാഗത്തിനെ അവർ വേടനെ തൊട്ടപ്പോ അതൊരു കാര്യം ചെയ്യാനില്ല നമ്പ്യാർ, നമുക്ക് 100 പേരെടുക്കുക. അത് ശരിയല്ല എന്ന് പറയേണ്ട അവസ്ഥയിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കേവലം 1 മാസം നിലനിൽക്കുന്നതാണ്. BJP ആണ് ഇവിടെ എതിർഭാഗത്ത് നിന്നുകൊണ്ട് വേടനെ എതിർക്കുന്നത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം വേടനെ സപ്പോർട്ട് ചെയ്തത്. അതല്ലാതെ ശ്രീ അനിൽ നമ്പ്യാർക്ക് അഭിപ്രായമുണ്ടോ? അല്ല, അവരെത്ര പെട്ടെന്നാണ് പ്ലേറ്റ് മാറ്റിയത്. കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യുന്നു, വനം വകുപ്പ് അറസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിലല്ലേ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഇടുക്കിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോയത്. അപ്പൊ അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വേടനെ എന്റെ ഭാഗത്തു നിന്ന് എതിർക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സ്റ്റേജിൽ കയറിക്കൊണ്ട് വർത്തമാനം പറയുന്നത് പോലെയുള്ള പാട്ടുകളിലൂടെ വലിയൊരു വിഭാഗത്തെ, അതൊരു 10 വയസ്സ് മുതൽ 100 വയസ്സ് വരെ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ കാണുന്നവരെ വരെ കയ്യിലെടുക്കുമ്പോൾ വേടൻ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. എന്താണെന്നോ, വേടന്റെ വാക്കുകൾ ഹരിദാസ് വർത്തമാനം പറയുന്നു, സാധാരണക്കാരുമായിട്ട് സംവദിക്കുന്ന ഭാഷ അദ്ദേഹം ഉപയോഗിക്കുന്നു. പക്ഷെ അതേസമയം അസഭ്യം പറയുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ കാഴ്ചക്കാരായി നിൽക്കുന്ന സമയത്തല്ലേ, അത് ഞാൻ ഈ ഫ്ലോറിൽ ഞാൻ പറയുന്നില്ല, സ്ഥിരമായിട്ട് അയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ അതൊന്നും നമ്മുടെ ഈ കേരളത്തിൽ പക്ഷേ സാക്ഷരതയിൽ മുൻപന്തിയിലുള്ള, ഇപ്പം മിസോറാമാണ് പോട്ടെ തൊട്ടുപുറകിലാണ്, പക്ഷേ എങ്കിലും ഇതിലൊക്കെ അഭിമാനിക്കുന്ന വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ശ്രീ അനിൽ നമ്പ്യാർ ഒരു കാര്യം ചെയ്യൂ, ഒരു 10 ദിവസത്തെ ബോഡി ലാംഗ്വേജ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം മുമ്പുള്ള വേടനല്ല ഇപ്പോ എന്ന് നമുക്ക് അവന്റെ ബോഡി ലാംഗ്വേജിലൂടെ, എനിക്ക് ഇവിടെ ആവശ്യത്തിലധികം പബ്ലിസിറ്റിയും, ഞാൻ എന്ത് തെറി പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ എന്ത് വൃത്തികേട് ചെയ്താലും, ഞാൻ കഞ്ചാവ് വലിച്ചാൽ അത് കുറ്റകരമാണ് എന്ന് എനിക്ക് അറിയുമായിരുന്നില്ല സഹോദരരെ എന്ന് പറഞ്ഞിട്ട് ഇവന്റേതെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നടക്കുന്നുണ്ട്. എന്തായി പറയണം, ഇന്ന് 10 വയസ്സുള്ള കുട്ടികൾക്ക് ഇവ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തു കേരളത്തിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും ലഹരി വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ട് വിമുക്തി പദ്ധതിയും നടത്തുന്ന ഒരു സർക്കാരാണ് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിക്കൊണ്ട് വേടൻ ഞങ്ങളുടെ എല്ലാമാണ് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ CPM നേതൃത്വം നൽകുന്ന സർക്കാർ മാറി എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം അപച്യുതിയല്ലേ? ഇവന്റെ വാക്കുകളും പ്രവൃത്തികളും ഇവന്റെ പാട്ടുകളും വളർന്നു വരുന്ന ഒരു സമൂഹത്തിന് അവന്റെ വയസ്സിന്റെ മുകളിലുള്ളവരെ വിടൂ, അവന്റെ വയസ്സിൽ താഴെയുള്ളവർക്ക് സന്ദേശമാക്കേണ്ട ഒരു വ്യക്തി തന്നെ ഇത്തരത്തിൽ അസഭ്യമാണ്. ഇപ്പൊ ഈ തൊപ്പിയും ഇത് തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത്. ഒരു ദിവസം തൊപ്പിയുടെ അവിടെ റെയ്ഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്താ? തെറി പറച്ചിൽ സഹിക്ക വയ്യാതെ കുറെ മാതാപിതാക്കൾ പരാതിപ്പെട്ടപ്പോൾ അതുവരയ്ക്ക് സർക്കാരിന്റെ ഒരു ഏജൻസിയും സർക്കാരിന്റെ ഒരു സംവിധാനങ്ങൾക്കും തൊപ്പിയുടെ ഇത്തരത്തിലുള്ള ഒരു കുട്ടികളെ വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനത്തെ കുറിച്ചിട്ട് അറിഞ്ഞില്ല. അപ്പൊ അത് സന്തോഷ് വർക്കാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ വേടനെ അവസാനിപ്പിക്കുകയാണ്. വേടനെ നിയന്ത്രിക്കേണ്ടത് സർക്കാരായിരുന്നു. സർക്കാർ അറ്റ്ലീസ്റ്റ് അവനെ വിളിച്ചിട്ടൊന്ന് ഉപദേശിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നു. അല്ലാതെ ഇതൊരു വിവാദപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവന്റെ പബ്ലിസിറ്റി, അവന് മാർക്കറ്റിംഗ് തന്ത്രം, അതിലേക്ക് നമ്മൾ തലവെച്ചു കൊടുക്കരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ശശികല ടീച്ചർ, നമ്മുടെ നാട്ടിൽ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് അഭിപ്രായം അല്ലേ? അപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ വിമർശിച്ചാൽ ഒരാൾക്ക് പബ്ലിസിറ്റി കിട്ടും, അതുകൊണ്ട് നമുക്ക് മൗനം അവലംബിക്കാം എന്ന് കരുതുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. ആ ഒരു സമീപന എനിക്ക് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇവിടെ ടീച്ചർ വേടനെ വിമർശിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? എനിക്ക് മുമ്പ് സംസാരിച്ച ഹരിദാസ്ജി അദ്ദേഹം കാര്യമാത്ര ശക്തമായി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് BJP എന്നോട് പറഞ്ഞിട്ടില്ല,
അല്ലെങ്കിൽ എന്റെ മക്കളും എന്നോട് പറഞ്ഞിട്ടില്ല അമ്മ ഇന്ന വിധത്തിലാണ് അല്ലെങ്കിൽ ടീച്ചർ ഇന്ന വിധത്തിലാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് എന്ന്. എന്നോട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ എന്റെ മക്കളോ ഒരു കാലത്തും, കാരണം അവരുടെ ആരുടെയും വാക്കുകൾ കേട്ടുകൊണ്ടല്ല, മറിച്ച് ഞാൻ എങ്ങനെയാണ് ഒരു വിഷയത്തെ കാണുന്നത് അതനുസരിച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ മാധ്യമങ്ങൾ അറ്റവും മുറ്റവും മുറിച്ച് ഏച്ചുകൂട്ടി കൊടുത്ത എന്റെ പ്രഭാഷണത്തിന്റെ ഭാഗങ്ങൾ അത് കേട്ടുകൊണ്ടാണ് ഈ പറയുന്നത്. എനിക്ക് അതിൽ ആക്ഷേപമൊന്നുമില്ല, കാരണം മറിച്ച് പ്രഭാഷണം പൂർണ്ണമായി ഉണ്ട്, ജനം ടി വിയിൽ യൂട്യൂബിൽ അത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പൂർണ്ണമായ പ്രഭാഷണം അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിലധികം നീണ്ട ഒരു പ്രഭാഷണമാണ് അത് നടന്നത്. ഈ മെയ് മാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മെയ് മാസം 21 ഞങ്ങൾ വളരെ മുൻപ് ഈ പിന്നെ വേടന്റെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ വരുന്നതിന് വളരെ മുൻപ് ഞങ്ങൾ നിശ്ചയിച്ച ആസൂത്രണം ചെയ്ത പരിപാടിയായിരുന്നു വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് OBC OEC വിഭാഗക്കാർക്ക് ഒക്കെ കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ സമയത്ത് നൽകണമെന്നും ലാപ്സാക്കി കളയരുത് എന്നും അത് കാര്യക്ഷമമായി ഭരണകൂടം ഇടപെടണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് 14 ജില്ലാ സ്ഥാനങ്ങളിൽ ഇതുപോലുള്ള പരിപാടികൾ നടത്തുകയും അതിലൂടെ ജില്ലാ കളക്ടർമാർക്ക് അതിന്റെ മെമ്മോറാണ്ടം കൊടുക്കുകയും ആ ജില്ലാ കളക്ടർമാരിലൂടെ മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് മന്ത്രിക്കും ഒക്കെ, എക്സൈസ് വകുപ്പ് മന്ത്രി എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അതിലൊന്നാണ് ഈ രാസലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം എന്നത്. അത് ഭരണകൂടത്തിന് ഒറ്റയ്ക്ക് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഭരണകൂടത്തോടൊപ്പം സംഘടനകളും വ്യക്തികളും ഒക്കെ മുൻകൈയെടുത്ത് രാസലഹരിക്കെതിരെ വളരെ ശക്തമായ ഒരു മുന്നേറ്റം നടത്തണം എന്നുള്ളത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യം എന്താണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഹിന്ദു ഐക്യവേദി എന്ന സംഘടന, പ്രത്യേകിച്ച് അതിന്റെ മഹിളാ വിഭാഗം, അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ലഹരി വിമുക്ത കേരളം എന്നത്. ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് അത് സാധിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ അണ്ണാറക്കണ്ണന് തന്നാലായ വിധത്തിൽ സമാജത്തിൽ ഇടപെടണം എന്ന് വിചാരിച്ച് തന്നെയാണ് നടക്കുന്നത്. ഞാൻ ഒരു അമ്മയാണ്, അമ്മൂമ്മയാണ്, ഒരു അധ്യാപിക, റിട്ടയർഡ് അധ്യാപികയാണ്. ഇവിടെ കേരളത്തിന്റെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഈ അപകടകരമായ മാറ്റം കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് എല്ലാറ്റിനെയും വരുന്ന എല്ലാ മാറ്റത്തിന്റെയും പിന്നിൽ ലഹരി ഒരു ഘടകമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 വയസ്സുള്ള കുട്ടി 2 വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ അത്തരം ഒരു സാഹചര്യത്തിലേക്കൊക്കെ എങ്ങനെ എത്തണം? അതുപോലെ തന്നെ ഇപ്പൊ ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ വീട്ടിലുള്ളവർ തമ്മിൽ ഭയക്കുന്നു. കാരണം ആരെ ഏത് ആയുധത്തിന്റെ പെരുമാറുമെന്ന് പറയാൻ സാധിക്കില്ല. കുടുംബത്തെ മുഴുവൻ കൊല്ലാൻ ഒരു മടിയില്ലാത്ത വിധത്തിൽ നിസ്സാര കാരണങ്ങളെ കൊണ്ട് വളരെ രൂക്ഷമായി പ്രതികരിക്കുന്ന വിധത്തില്. അപ്പോ അതേപോലെ തന്നെ റോഡപകടങ്ങളാണെങ്കിൽ ഇതിനെല്ലാം വഴിവെക്കുന്നത് ഈ ലഹരിയാണ്. എങ്കിൽ നമുക്കതൊന്നും മോചനം നേരത്തെ ഈ നിസ്സാരമായി അടുത്തു വരുന്ന ഇലക്ഷനെ മാത്രമാണ് കാണേണ്ടത്. മൂക്കിനപ്പുറം കാണാൻ ശേഷിയില്ലാത്ത രാഷ്ട്രീയമാണോ നമ്മൾ നടത്തുന്നത്? ഇലക്ഷൻ വരുമ്പോൾ ആരെങ്കിലൊക്കെ ജയിക്കും തോൽക്കും, പക്ഷേ നമ്മുടെ ജനത ഇവിടെ നിലനിൽക്കട്ടെ, ബുദ്ധിയും ബോധവും ഉള്ള ജനങ്ങളായി അവർ മാറട്ടെ. അതോ ചൈനയിലെ യുവാക്കളുടെ പോരാട്ട വീര്യത്തെ പണ്ട് യൂറോപ്യന്മാർ കെടുത്തിയത് മയക്കുമരുന്ന് കൊടുത്തിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്, കറുപ്പ്. അതിനുശേഷം മാത്രമേ ചൈനയെ അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുപോലെ ഇവിടുത്തെ ചെറുപ്പക്കാര്, നമ്മുടെ നാടിന്റെ സമ്പത്ത് ഇവിടുത്തെ ജനങ്ങളാണ്, അവരെ മയക്കി കിടത്തും. അതിന് പോപ്പുലാരിറ്റി നോക്കിയാണോ പ്രതികരിക്കുന്നത്? ഞാൻ നിങ്ങളെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കും ലഹരിക്കെതിരെ പ്രതികരിക്കാൻ കഴിയില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ ലഹരിയെ അല്ലെങ്കിൽ ലഹരിയെ ആഗ്രഹിക്കുന്നവരോ ഉപയോഗിക്കുന്നവരോ ആയിരിക്കും ഒരു പക്ഷെ കൂടുതൽ. അപ്പോ അത്തരത്തിൽക്കാര് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ലഹരിക്കെതിരെ പറയണ്ട, നമുക്ക് ലഹരിക്കാരുടെ വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറ്റുമെന്നത്. കാരണം എന്റെ അച്ഛനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു സമൂഹത്തിൽ ചെന്നാൽ ഞങ്ങളൊക്കെ വഷളാവുകയാണ്. കാരണം എന്താ വെച്ചാൽ മദ്യപിക്കാത്തവരില്ല അതിനകത്ത്. അപ്പൊ ഞാനൊക്കെ അവിടെ ചിലപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ആളെ പോലെ ആവുകയാണ് എന്ന് അച്ഛനൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വംശനാശ ഭീഷണി നേരിടുന്ന ഇത്തിരി പേരെ ലഹരിക്ക് അടിമപ്പെടാത്തുള്ളൂ എങ്കിൽ നമ്മൾ ലഹരിക്കെതിരെ സംസാരിക്കേണ്ട എന്നുള്ളത്. ഇനി ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് വരട്ടെ. എനിക്ക് ഈ വേടനെ ഞാൻ ഈ അറസ്റ്റ് ചെയ്യുന്നത് വരെ എനിക്കറിയാൻ പറ്റും. എനിക്ക് ഈ റാപ്പ് എന്ന സംഗീതം അന്നും അറിയില്ല, ഇന്നും അറിയില്ല എന്താണ്. ഇപ്പൊ എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാറില്ല. ഈ വ്യക്തിയെ ഞാൻ അറിയുന്നത് ഈ കഞ്ചാവ് കേസിൽ പിടിച്ചതിന് ശേഷം മാത്രമാണ്. അപ്പോഴും ഞാൻ ചോദിക്കപ്പെടരുത് ഇത് എന്താ സംഭവം എന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരാൾ എന്താ ഞാനത് അറിഞ്ഞിട്ടില്ല. അല്ലാതെ മോദിയെ പറഞ്ഞതൊന്നും എന്റെ ഒരു വിഷയമല്ല. അത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കേട്ടത്. അങ്ങനെ ഒരു പാട്ടുണ്ടാകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമാണ് കേട്ടത്. അപ്പൊ ഈ എല്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിൽ നടന്ന ധർണ അത് പാലക്കാട് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. പാലക്കാടിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ പട്ടികജാതി ജനവിഭാഗങ്ങളുള്ള ജില്ലയാണ് പാലക്കാട്. അതേപോലെ തന്നെ പട്ടികവർഗ ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ ഒരു ജില്ലയിലാണ് ഞാൻ ഈ പരിപാടി അവതരിപ്പിച്ചത്, അല്ല ഈ ഉദ്ഘാടനം ചെയ്തത്.
അവിടെ വസ്തുനിഷ്ഠമായ കണക്കുകൾ അവതരിപ്പിച്ചു. അതൊന്നും ആരും കേട്ടില്ല. അതാണ് അരമണിക്കൂർ നീണ്ട പ്രഭാഷണത്തിൽ 3 മിനിറ്റ് പിടിച്ചുകൊണ്ടാണ് വിവാദം ഉണ്ടാക്കി കൊണ്ടുപോയത്. അവിടെ കൃത്യമായി എത്ര ശതമാനം ലംസം ഗ്രാന്റ് വിതരണം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഇപ്പൊ ഈ കുട്ടി നേരത്തെ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസത്തിൽ അവർ എത്രമാത്രം അവഗണിക്കപ്പെടുന്നു, OEC എന്ന വിഭാഗം ഇല്ലത്തുനിന്ന് പോലും ചെയ്തു അമ്മ തൊട്ട് എത്തിയതുമില്ല എന്നുള്ള കോലത്തിൽ, കാരണം OBC വിട്ടു SCയുടെ ആനുകൂല്യം കിട്ടി, ഇതൊന്നുമില്ല. ഇങ്ങനെ ഇവരെയൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ മുന്നിൽ ഇങ്ങനെ ഇട്ട് തുള്ളിച്ച് ചുടുചോറ് മാന്തിക്കുകയാണ് ഭരണകൂടം ചെയ്യണത്. ഇവരെ യഥാർത്ഥത്തിൽ ശാക്തീകരിക്കണം എന്ന ഉദ്ദേശം കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത്. ന്യായമായി പരിഹാരം കാണണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ആ കൂട്ടത്തിൽ 2 കാര്യങ്ങൾ. ഒന്ന്, പട്ടികജാതി പട്ടികവർഗ ഫണ്ട് ലാപ്സ് ആക്കരുത്. ലാപ്സ് ആക്കിയതിന്റെ കണക്കുകളായിരുന്നു ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ടായിരുന്നത്. ലാപ്സ് ആക്കരുത് എന്ന് പറയുമ്പോൾ പാലക്കാട് മലമ്പുഴ വെച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ആതിഥേയത്വത്തിലാണ് പട്ടികജാതി പട്ടികവർഗ സംഗമം സർക്കാർ സംഘടിപ്പിച്ചത്. ആ പരിപാടിയിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറയുകയും അതെന്റെ തെറ്റാണ് എന്ന് ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി വരേണ്ട കാര്യമുണ്ടോ? 2, ആ ഫണ്ട് ഉപയോഗിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ അത്തരം ഗോത്രകലകൾ ആദരിക്കപ്പെടട്ടെ. പട്ടികജാതിക്കാരെ അതേ അവതരിപ്പിക്കാവൂ എന്നല്ല പറഞ്ഞത്. പക്ഷെ ഗോത്രകലകൾ ഊർജ്ജശ്വാസം വലിക്കുകയാണ്, വംശനാശ ഭീഷണി നേരിടുകയാണ്. അവർക്ക് 10,000ങ്ങളെ ആകർഷിക്കാനുള്ള കഴിവില്ല. അവർ തെറി പറയുന്നില്ല, അവർ മയക്കുമരുന്ന് ഉപയോഗിച്ച് ചാടിക്കളിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ മുന്നിലേക്ക് 10,000ങ്ങളെ ആകർഷിക്കാൻ അവർക്ക് കഴിയില്ല. ലക്ഷങ്ങൾ വില പറഞ്ഞുകൊണ്ട് അവരുടെ കലാരൂപത്തെ ഒരാൾ വേദിയിലേക്ക് കൊണ്ടുപോകില്ല. അപ്പൊ ആ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാഞ്ഞു പോകുന്ന ആ ഗോത്രവർഗ കലാരൂപങ്ങളെ ആരാണ് സംരക്ഷിക്കേണ്ടത്? അപ്പൊ ഈ ഫണ്ട് ഉപയോഗിച്ച് അത് ചെയ്തിരുന്നുവെങ്കിൽ, മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന പരിപാടികളിൽ അത്തരം കലാകാരന്മാർക്ക് ആദരവ് കൊടുത്തിരുന്നുവെങ്കിൽ, ഇതിന്റെ നയാ പൈസയെങ്കിലും അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, ആ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, ഇത് പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഫണ്ട് വക മാറ്റി ചെലവഴിച്ചതാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം എവിടെ പരിപാടി നടത്തിയാലും എനിക്ക് കുഴപ്പമില്ല, എന്നെ തന്നെ എന്ത് തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അദ്ദേഹത്തെ പേടിയാണെന്നൊക്കെ പറഞ്ഞായിക്കോട്ടെ, ഞാൻ പേടിച്ച് മാറി നിൽക്കുകയോ വണങ്ങി നിൽക്കുകയോ ഒക്കെ ചെയ്യാം. എന്റെ കൺസേൺ ആ വ്യക്തിയല്ല, എന്റെ കൺസേൺ സമൂഹമാണ്. സമൂഹത്തിൽ ആരാണോ ദുർബലരായി നിൽക്കുന്നത് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. അല്ല ഞാനും എവിടെയെങ്കിലും എത്തണമെന്നോ എന്നെ ആരും ഒന്നും ഒന്നും ഉദ്ദേശിച്ചല്ല ഞാൻ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ഈ ഫണ്ട് വകമാറ്റിയതിനെതിരെ അവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്താമായിരുന്നു. പക്ഷെ അത് ഈ ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്തരുതായിരുന്നു. അതുപോലെ തന്നെ ഇത്തരം സർക്കാർ പരിപാടികളിൽ ഇതുപോലെ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചു, ഇനി ഞങ്ങൾ സ്കൂളിൽ കുട്ടികൾ പറഞ്ഞൊരു ഭാഷയുണ്ട്, ഇനി മേലാക്ക ഉപയോഗിക്കില്ല. ഞാൻ കേട്ടുവരും. കാരണം എന്തേലും പിടിച്ച അപ്പൊ പറയും, ടീച്ചറെ ഇനി മേലാക്ക ഉണ്ടാവൂല. ആ കുട്ടികൾക്ക് അത് മതി, ഇനി മേലാക്ക ഉണ്ടാവൂല എന്നുള്ളത് മതി. പക്ഷെ ഇത് കഞ്ചാവ് കേസാണ്. കേരളം അതിന് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കരകാണാൻ കടലിൽ കടന്ന് നീന്തുക കേരളം. ലഹരിയിൽ നിന്ന് എങ്ങനെ മുതൽ LP സ്കൂളിൽ വരെ ലഹരി കിട്ടാവുന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ ലഹരിക്കെതിരെയുള്ള അംബാസഡറാക്കി മാറ്റുന്നത് ലഹരി ഉപയോഗിച്ച ഒരാളെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇവിടെ പിഞ്ചു കുട്ടികളെ പീഡിപ്പിക്കുന്നത് വളരെ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞ പോലെ 4 വയസ്സുകാരി കുട്ടിയെ പീഡിപ്പിച്ച വ്യക്തി നിലവിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റി, എനിക്ക് തെറ്റുപറ്റിയെന്നാ പറഞ്ഞത്. എനിക്ക് തെറ്റുപറ്റിയ കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. അവനെയാണോ നമ്മൾ അംബാസഡർ ആക്കേണ്ടത്? കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കെതിരെ സർക്കാർ നടത്തുന്ന പരിപാടികൾ ഇവനെ കൊണ്ടുപോയി നാളെ ഇരുത്തില്ലേ? കാരണം അവൻ തെറ്റുപറ്റി എന്ന് പറഞ്ഞു പോയല്ലോ. തെറ്റുപറ്റി, കാരണം എനിക്കറിയാൻ വയ്യായിരുന്നു ഈ കുട്ടിയെ പീഡിപ്പിക്കരുത്, എനിക്കറിയാൻ വയ്യായിരുന്നു. എന്റെ സഹോദര കുട്ടിയെ ഞാൻ അതും എന്താന്ന് പറഞ്ഞാൽ മുലപ്പാലിന്റെ മണം മാറാത്ത കുട്ടിയെ ഞാൻ പിച്ച് ചീന്തരുത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആയിക്കോട്ടെ, ഏറ്റു പറഞ്ഞുവല്ലോ, എന്റെ വലിയ വേഴ എന്ന് ഏറ്റു പറഞ്ഞുവല്ലോ. ഇനി നമ്മൾ കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾക്ക് അംബാസഡറായി കൊണ്ടുപോകുന്നത് ഈ വ്യക്തിയെയാണ്. അപ്പൊ ഞാൻ കഞ്ചാവ് അടിച്ചു എന്ന് സമ്മതിക്കുകയും അതേപോലെ തന്നെ സ്ത്രീ പീഡന കേസിൽ മാപ്പ് പറയുകയൊക്കെ ചെയ്ത വ്യക്തി, ഇവർക്കൊക്കെ ജീവിക്കാൻ അവകാശമുണ്ട്, ഇവർക്ക് കല നടത്താൻ അവകാശമുണ്ട്, ഇവർക്ക് ഏത് പബ്ലിസിറ്റി. പക്ഷെ അത് സർക്കാർ ആഭിമുഖ്യത്തിലാണ്. കാരണം നമ്മൾ നല്ല സന്ദേശമാണ് വളർന്നു വരുന്ന യുവജനങ്ങൾക്ക് കൊടുക്കേണ്ടത്, കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. സ്കൂളുകളിൽ നമ്മൾ ലഹരി വിരുദ്ധ ലഹരിക്കായിട്ടൊരു ദിവസമുണ്ട്, ലഹരി വിരുദ്ധ ദിവസം. സെമിനാറുകൾ നടത്തുന്നു, ബോധവൽക്കരണം നടത്തുന്നു. നമ്മൾ എന്ത് ബോധവൽക്കരണം ഇവനെ വെച്ചുകൊണ്ട് നടത്തുന്നത്? ഇത്തരത്തിലൊരാളെ ആദരിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ബോധവൽക്കരണമാണ് നടത്തുന്നത്? ഈ രണ്ട് കാര്യങ്ങളെ ഞാൻ അവിടെ ഉന്നയിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പട്ടികജാതി പട്ടികവർഗ OEC OBC വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അവരുടെ സംവരണം മുസ്ലിം ജനവിഭാഗത്തിന്റെ 12% സംവരണം PSCക്ക് പോകുന്നു. ഇത് ഇവർക്ക് കിട്ടേണ്ടുന്ന സംവരണമാണ്. ഇത്തരം കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവിടെ സംസാരിച്ചത്. ഈ 2 കാര്യം അത് ഇനിയും പറയും. അത് ഇനി ഏത് രാഷ്ട്രീയ പാർട്ടി എതിർത്താലും, ആരെനിക്കെതിരെ കേസ് കൊടുത്താലും, ആരെന്നെ എന്താ പറയുക വിടുവായത്തരം പറയുന്ന ആളാണെന്ന് പറഞ്ഞാലും, സർക്കാർ പരിപാടികളിൽ കേരളം ലഹരിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലഹരി ഉപയോഗിച്ച ഒരു വ്യക്തി
വ്യക്തി സർക്കാർ പരിപാടികളിൽ അതിഥിയായി വരരുത്. പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പരിപാടികൾ അവരുമായി ബന്ധമില്ലാത്ത, അവരിത് കളിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, അവരുമായി ബന്ധമില്ലാത്ത, അത് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. കേരളീയം പരിപാടി നടക്കുന്ന സമയത്ത് കേരള ഗവൺമെന്റ് കാട്ടിയ ഒരു പരിപാടി ആരെയൊക്കെ വിളിച്ചുകൊണ്ട് കേരളത്തിലെ ആദിവാസികൾ ഉപയോഗിക്കുന്ന വേഷമൊന്നുമല്ല, ഒരു കുടിലുണ്ടാക്കി അങ്ങനെ 3-4 ആദിവാസികളെ വേഷം കെട്ടിച്ച് നിർത്തി നമ്മളതിന്റെ ചിത്രം കണ്ടതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? അത് ശരിക്കും അവരെ അപമാനിച്ചതാണ്. കാരണം അവരുടെ വേഷം ആകാമായിരുന്നു, അവരെ ആകാമായിരുന്നു. ഇത് വേഷം കെട്ടിച്ചുകൊണ്ടിരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് അവർക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മറിച്ച് ഒരാഴ്ച പോലും ആയില്ല ഇത്തരം കേസിൽ പിടിച്ച്. എനിക്ക് ഞാൻ പുലിനകത്തിന്റെ കാര്യമൊക്കെ വിടുന്നു, കാരണം അതൊക്കെ അതാത് കാലത്ത് ചിലപ്പോൾ നിയമങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാന്നോ മറ്റേ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു വേട്ട അനുവദിക്കണം, അപ്പൊ അത് അനുവദിക്കുകയോ അനുവദിക്കാതിരിക്കുകയോ അത്തരം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പുലിനകത്തിന്റെ വിഷയത്തിലേക്കേ ഞാൻ കടക്കുന്നില്ല. പകരം അദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ വിദ്യാലയങ്ങൾ തുറക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളടക്കമുള്ളവർ വരുന്ന ഒരു സദസ്സിൽ മുഖ്യമന്ത്രി തോളത്ത് കൈയിട്ടുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ സ്റ്റേജിൽ കയറ്റുക എന്നുള്ളത് എന്നിലെ അധ്യാപികയ്ക്ക്, എന്നിലെ അമ്മയ്ക്ക്, എന്നിലെ അമ്മൂമ്മയ്ക്ക് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ലഹരിക്കെതിരെ ഏതൊക്കെ നടപടികളിലൂടെയാണ് കേരളത്തെ മോചിപ്പിച്ചെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എല്ലാവരും ബദ്ധശ്രദ്ധരാണ്, അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഒരിക്കലും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് കാര്യമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ മദ്യക്കുപ്പിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ട് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരെന്ന്. അതുകൊണ്ട് ഇന്ന് വരെ ഒരു മദ്യപാനി കുടിക്കാണ്ടിരുന്നിട്ടില്ല. അപ്പോ അവരിലേക്ക് അവരറിയാതെ ചില സന്ദേശങ്ങളാണ് എത്തിക്കേണ്ടത്. അല്ലെ നിങ്ങൾ കുടിക്കരുത്, നിങ്ങൾ ധരിക്കരുത് എന്നല്ല കൊടുക്കേണ്ടത്. അവരറിയാതെ ചില സന്ദേശങ്ങളാണ് കൊടുക്കേണ്ടത് എങ്കിൽ അവർക്ക് ഇതൊരു സന്ദേശമാണോ കൊടുക്കേണ്ടത്? നിങ്ങൾ ലഹരി ഉപയോഗിച്ചോ, എന്നിട്ട് നിങ്ങൾ കല അവതരിപ്പിച്ചാൽ മതി. ആളുകളെ ആകർഷിക്കുന്നതാണ് ഒരു സംഗതിയുടെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന്റെ അടിത്തറ കിടക്കുന്നത്. എത്രയാള് ജയ് വിളിക്കുന്നു എന്നുള്ളതാണോ ഒരു സംഗതിയുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ വാസ്തവം എന്താണ് എന്നുള്ളത്? ഞാൻ ഒരിക്കലും അത്തരത്തിൽ വിശ്വസിക്കുന്നില്ല. വോട്ട് ചെയ്ത് ജയിക്കുന്ന ജനാധിപത്യമായിരിക്കാം. ബാക്കിയൊരു കാര്യത്തിന് എപ്പോഴും ഇവിടുത്തെ നെഗറ്റീവ് കഥാപാത്രങ്ങൾക്ക് ആയിരിക്കും ഒരു പക്ഷെ ആള് കൂടുതൽ കിട്ടുക. പാണ്ഡവരോടൊപ്പം നിസ്സാര ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. കൗരവരോടൊപ്പം അലയടിച്ച് സാഗരം പോലെയാണ് സേന കടന്നിരുന്നത്. ഭഗവാൻ എവിടെയാ നിന്നത്? ന്യൂനപക്ഷമാണോ എന്ന് നോക്കിയിട്ട് കൗരവരുടെ പക്ഷത്താണല്ലോ പോയി നിൽക്കേണ്ടിയിരുന്നത്. ഭഗവാൻ ചെയ്യുന്നത് ന്യൂനപക്ഷത്തിന്റെ കേസിലാണ്. കാരണം എവിടെയാണോ സത്യം, എവിടെയാണോ ധർമ്മം, അവിടെ ആളുടെ എണ്ണം നോക്കിക്കൊണ്ടല്ല നിൽക്കേണ്ടത് എന്നാണ് ഞാൻ ഇതുവരെയുള്ള എന്റെ പഠനങ്ങളിൽ നിന്ന് പഠിച്ചത്. ജാതി നോക്കിയോ അല്ലെങ്കിൽ മതം നോക്കിയോ കലയെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ വായിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വായിക്കുന്ന രാമായണം നമ്പൂരി എഴുതിയ രാമായണം അല്ല. നമ്പൂരി എഴുതിയ രാമായണെ വായിക്കൂ എന്ന് എനിക്ക് വായിക്കാൻ കൂട്ടിയാൽ പറ്റില്ല. ആദികാവ്യമായത് എഴുതി വേടൻ തന്നെയാണ്. ഞാൻ വേടനാണെന്ന് പറയാതെ ഒരു വേടൻ എഴുതിയ രാമായണമാണ് ഞാൻ വായിക്കുന്നത്. ഒരു മുക്കുവൻ പകുത്ത വേദമാണ് നമുക്ക് ആധാരമായി നിൽക്കുന്നത്. മലയാളത്തിലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും ഈ പറഞ്ഞ ആദ്യ കുലത്തിലൊന്നും പെട്ടതല്ല. ഇവിടെ നമ്മുടെ ഇപ്പൊ തന്നെയുള്ള സംഗീത സംവിധായകരില് ഗായകരിലൊക്കെ എത്രയോ പേര് ജാതീയമായി നോക്കിയാൽ പിന്നിൽ നിൽക്കുന്ന അവരെ അത്തരത്തിലൊരു നെഗറ്റീവ് ഇതിലേക്ക് കൊണ്ടുവരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ ഒരു പക്ഷേ ജാതി പറഞ്ഞല്ലോ കലാപ്രവർത്തനത്തിലേക്ക് കടന്നു വന്നതും അത് മുന്നോട്ട് കൊണ്ടുപോയതും ഉള്ളതിനേക്കാൾ കൂടുതൽ അവർണ വിഭാഗത്തിൽ നിന്ന് ഇത്തരത്തിൽ സംഗീത സംവിധായകരും അതുപോലെ തന്നെ ഗായകരും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ നെഞ്ചേറ്റിവരാണ് നമ്മൾ. ആരെയാണ് ഈ അപമാനിക്കുന്നത്? ജാതി നോക്കിയാണ് നമ്മൾ കഴിവുകൾ അംഗീകരിക്കുന്നത്? ഒരിക്കലും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിടുവായത്തരം പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. ഞാൻ അവിടെ വേടനെതിരെ ഞങ്ങൾ പരിപാടി നടത്തിയതല്ല. വേടൻ ഞങ്ങൾക്കൊരു ഇഷ്യൂ അല്ല. അങ്ങനെ ഒരു വ്യക്തി ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഇരയേ അല്ല, ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. മറിച്ച് പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ OEC വിഭാഗത്തിന്റെ OBC വിഭാഗത്തിന്റെ മുന്നേറ്റം ഞങ്ങളുടെ വിഷയമാണ്. അത് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. അത് മാത്രമല്ല ഈ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം, ഇന്ന് മാതൃഭൂമി മനോരമയൊക്കെ എഡിറ്റോറിയൽ എഴുതിയത് കേരളത്തിലെ മോശമാകുന്ന സാമൂഹ്യ അന്തരീക്ഷത്തെ പറ്റിയാണ്. ആ സാമൂഹ്യ അന്തരീക്ഷം ഇനിയും നമ്മൾ വഷളാക്കണം. ഇതുപോലെ നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് അവര് മറ്റു വരട്ടെ. നേരത്തെ അവിടെ ആരെയൊക്കെ പേര് പറഞ്ഞു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കഥാപാത്രങ്ങൾ, എനിക്ക് അറിയാൻ വയ്യ. അത്തരക്കാർക്ക് പിന്നെ ആള് കൂടും. അത്തരക്കാർ വരുമ്പോൾ ആള് ധാരാളമായിട്ട് കൂടും. ആ ആള് കൂടുന്നത് നോക്കി അവിടെ നിന്ന് ജയ് വിളിക്കാൻ മറ്റാരെ കിട്ടിയാലും ശശികലയെ കിട്ടില്ല. ഡോക്ടർ ജയരാജ് ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ ജയരാജ്, എന്തിനാണ് വേടനെ ഇങ്ങനെ ആഘോഷിക്കുന്നത്? അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയില്ലേ? വേടനെ എന്തിനാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ഒരു യാഥാസ്ഥിതിക മനോഭാവം മാറ്റിവിട്ടിട്ട് പുതിയ സംഗീതത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. പുതിയ സംഗീതം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കോ അല്ലെങ്കിൽ റാപ്പോ റെഗേ എന്നോ അത്ര പുതിയ സംഗീതമൊന്നുമല്ല. ലോകത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നടക്കുന്നെന്നും ലോകത്തിൽ പല വിപ്ലവങ്ങളും സാധ്യമാക്കിയത്
ഇത്തരം സംഗീതത്തിലൂടെയാണെന്നുള്ള തിരിച്ചറിവാണ് പലപ്പോഴും ഇത്തരം ആളുകളെ മനസ്സിലാക്കാൻ നമുക്ക് അളവുകോലായി വർത്തിക്കുന്നത്. An artist must be an authentic creator and in every sense a revolutionary, a man as dangerous as a guerrilla because of his great power of communication എന്ന് പറഞ്ഞത് വിക്ടർ ജാറ എന്ന് പറഞ്ഞ ചിലിയിലെ ഏറ്റവും പ്രശസ്തനായ ഗാനരചയിതാവും പാട്ടുകാരനും ഒക്കെ ആയിരുന്ന ആളാണ്. അതിനുശേഷം ഒരുപാട് പേരുടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വയലറ്റ പാറ എന്ന് പറഞ്ഞ പാട്ടുകാരി പാടിത്തിമിർത്ത ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾക്കെല്ലാം അവർ പറഞ്ഞത് എൻ്റെ കയ്യിലൊരു ഗിറ്റാറും എനിക്കൊരു സ്വരവും ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് വയലറ്റ പാറ പറഞ്ഞത്. അതുപോലെ അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ച ടൂപാക് ഷാക്കൂർ എന്ന് പറഞ്ഞ പാട്ടുകാരൻ, ഈ പാനലിലുള്ളവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് കലാകാരനെ. പക്ഷേ അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, കലാകാരൻ അതിനെയാണ് എതിർക്കുന്നത്. അദ്ദേഹം ഈ പാട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചത് ഇപ്പൊ എന്നെ അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാണ്. പ്രധാനമന്ത്രി അദ്ദേഹം മോശമായ അഭിസംബോധന ചെയ്തു അല്ലെങ്കിൽ മോശമായ എന്തോ പറഞ്ഞു എന്നുള്ളതാണ്. ആ ക്ലിപ്പിംഗ് ഞാൻ കേട്ടതാണ്. അതിനകത്ത് രാജാവ് എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഒരു രാജാവ് അല്ലെങ്കിൽ നരേന്ദ്രമോദി ദേശദ്രോഹിയാണോ ഡോക്ടർ ജയരാജ് എന്ന് നരേന്ദ്രമോദി എന്നൊന്നും പറയുന്നില്ല. മോദി ഇല്ല, വോയിസ് ഓഫ് ദ വോയിസ് മോദി, ശബ്ദമില്ലാത്തവന്റെ സംഗീതം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആൽബം ഇറങ്ങുന്നത് 2020 2020 എഴുതിയ ആ ആൽബത്തിനകത്ത് അദ്ദേഹം തന്നെ സംഗീതം കൊടുത്ത് അദ്ദേഹം തന്നെ പാടി അദ്ദേഹം തന്നെ അവതരിപ്പിച്ച അദ്ദേഹം തന്നെ യൂട്യൂബിലിട്ട വീഡിയോയിൽ എവിടെയും നരേന്ദ്രമോദി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. ഞാൻ അയച്ചു തരാം. ഈ ഡിബേറ്റ് നരേന്ദ്രമോദി എങ്ങനെയാണ് പോയിന്റ് 1, ഞാൻ ജനൻ ടിവിയുടെ ക്ലിപ്പിംഗ് തന്നെ കണ്ടിട്ടാണ് ഈ പറയുന്നത്. മോദി എന്നാണ് ആദ്യം പറയുന്നത്. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ കൗൺസിലർ കൊടുത്ത അതിനോടനുബന്ധമായിട്ട് ഇതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. മോദി ഒന്നുകൂടെ കേൾപ്പിക്കണോ താങ്കളെ? മോദി നീരവ് മോദി ആവാം, ഏത് മോദി വേണമെങ്കിലും ആവാമല്ലോ. ബെസ്റ്റ്. കേൾപ്പിക്കുക. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, ഓക്കെ. അടുത്ത വരട്ടെ, പോയിന്റ് 2. ഇപ്പോൾ അങ്ങനെ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറഞ്ഞത് കണക്കോലെ എന്തിനാണ് വേടനെ ഇത്രയധികം ഭയപ്പെടുന്നത് ആളുകൾ? അത് അത്തരം കമ്മ്യൂണിക്കേഷനിലൂടെ പുതിയ തലമുറ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ വിജയം തന്നെയാണ്. വേണ്ട, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ വിജയം തന്നെയാണ്. ഇത്രയധികം ജനസാമാന്യ അയാൾ ആര് സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നതെന്നല്ലോ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സ്പോൺസർ ചെയ്യുന്ന പറഞ്ഞാൽ അവർ സംഗീതത്തിനെതിരാണ്. അവർ അത്തരത്തിലുള്ള ഒരു സ്പോൺസർഷിപ്പ് പരിപാടിക്കും പോകത്തില്ല. സംഗീതം കേൾക്കാൻ പോലും പാടില്ല എന്ന് പറയുന്നവരാണ് ആ കൂട്ടർ. അതുകൊണ്ട് ആ ഒരു സ്പോൺസർഷിപ്പിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അതിനി പറയണ്ട. കാരണം കാശ്മീരിൽ ഇപ്പോൾ പഹൽഗാമിലെ ഭീകരരെന്നൊക്കെ ഉദ്ദേശിച്ച് വരുന്നത് ഇവിടുത്തെ PFIയോ SDPAയോ ജമാഅത്ത് ഇസ്ലാമിയോ എന്നൊക്കെ ഉദ്ദേശിച്ചാണെങ്കിൽ അവർക്ക് സംഗീതത്തിന് എതിരാണ്. അവർ സാധാരണഗതിയിൽ അങ്ങനെയാണ് ഈ സുഡാപ്പികൾക്കാണ്, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും. പക്ഷേ ഒരുപക്ഷെ അവരുടെ വ്യക്തിപരമായ വിരോധം ചിലപ്പോൾ ശശികല ടീച്ചർ പറഞ്ഞതുകൊണ്ടായിരിക്കാം. ബെസ്റ്റ്. ശശികല ടീച്ചർ പറഞ്ഞതുകൊണ്ടാവാം ഒരുപക്ഷെ അവരങ്ങനെ എതിർക്കുന്നത്. ശശികല ടീച്ചറിനോടുള്ള എതിർപ്പായിരിക്കാം ചിലപ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത്. ഡോക്ടർ ജയരാജ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ശശികല ടീച്ചർ ഇവിടെ കൃത്യമായിട്ടുള്ള വിശദീകരണം തന്നു എന്തുകൊണ്ട് ടീച്ചർ അത് പരാമർശിച്ചു എന്നുള്ളത്. നോക്കൂ, കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ ഒരു ചെറുപ്പക്കാരൻ അല്ലേ, ആ ചെറുപ്പക്കാരനെ നരേന്ദ്രമോദിയുടെ പോലീസൊന്നും അല്ലല്ലോ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. പിണറായിയുടെ ആൾക്കാർ തന്നെയല്ലേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്, നിയമപാലകർ തന്നെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അല്ലേ? നോക്കൂ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. അതിനുശേഷം ഇതേ പോലീസിന്റെ സംരക്ഷണയിൽ സർക്കാർ പരിപാടിയിൽ കൊണ്ടിരുത്തുക, എന്ത് സന്ദേശം അത് നൽകുന്നത്? എന്നിട്ട് ഇപ്പുറത്ത് എഴുതി വെച്ചിരിക്കുക സേ നോ ടു ഡ്രഗ്സ്, ഇപ്പുറത്ത് വേടന്റെ തല. എന്താ മനസ്സിലാക്കേണ്ടത്? പേരിരിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. വേടനെ അറസ്റ്റ് ചെയ്ത ഏത് സെറ്റപ്പിലാണ്? 8 പേരിരിക്കുന്ന ഒരു റൂമിൽ 7 ഗ്രാം വേടൻ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ന്യായീകരിക്കണ്ട. വേടൻ തന്നെ പറഞ്ഞല്ലോ എനിക്ക് തെറ്റ് പറ്റിപ്പോയത്. വേടൻ തന്നെ പറഞ്ഞല്ലോ ജയരാജ്. അന്നേരം ഉപയോഗിച്ചെന്നല്ല പറഞ്ഞ, മുൻപ് ഉപയോഗിച്ചിരുന്നു.
ഞാൻ മുമ്പ് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ആ സന്ദർഭത്തിൽ ഉപയോഗിച്ചിട്ടില്ല പറ്റിപ്പോയി എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ പണ്ട് കഞ്ചാവ് വലിച്ചത് തെറ്റായിപ്പോയി, ഇപ്പൊ വലിച്ചത് ശരിയാണെന്നല്ല പറഞ്ഞത്. എന്നിട്ട് പറയുന്നത് അത് പോട്ടെ അയാൾക്കെതിരെ ലൈംഗികാതിക്രമത്തിന്റെ കേസുണ്ടല്ലോ, ജാതീയമായ സ്പർദ്ധ ഉണ്ടാക്കുന്നു, ലൈംഗികാതിക്രമത്തിന്റെ കേസുണ്ടല്ലോ, അയാളെ പരസ്യമായ അസഭ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. കേൾക്കൂ, അതൊന്നും അല്ലല്ലോ പറഞ്ഞത്, അതൊന്നും അല്ലല്ലോ പ്രസംഗിച്ചത്. വേടന ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ മ്ലേച്ഛമായ ഭാഷയിലാണല്ലോ പിന്നെ ഈ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. ആ പ്രസംഗം ഞാൻ കേട്ടതാണ്. ആ പ്രസംഗത്തിൽ ഉപയോഗിച്ച പ്രയോഗം എനിക്കിവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളതുള്ളൂ. ആര് പറഞ്ഞത്? ആ പ്രസംഗത്തിൽ ഉപയോഗിച്ച പദപ്രയോഗം ഞാൻ ഡോക്ടർ ജയരാജ്, ശശികല ടീച്ചർ പറഞ്ഞ പറഞ്ഞത് പബ്ലിക് സ്പീക്കിങ്ങില് മൈക്ക് വെച്ച് കെട്ടി എവിടെ ഇരുത്തിക്കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് പറയാൻ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാക്ക് കഞ്ചാവോളി എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചു. മലബാർ മദ്യം ഉപയോഗിക്കുന്നവൻ മദ്യപാനിയാണെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവൻ കഞ്ചാവ് എന്ന വാക്ക് ഉപയോഗിക്കും. അതാണ് ഇത്ര വലിയ തെറി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറഞ്ഞ മലയാള ശബ്ദധരാവലിയിൽ ശശികല ടീച്ചറിൻ്റെതായ ഒരു സംഭാവനയും കൂടെ ആഡ് ചെയ്തിപ്പെട്ടിരിക്കുന്നു. അല്ല, അങ്ങനെയാണ് പിണറായി എം.എം. ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടല്ലോ ഡോക്ടർ ജയരാജ്. ചേർത്ത് വെച്ച് പിണറായിയും എം.എം. മണിയൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടല്ലോ. അതുകൂടെ പറ. പുതിയതായിട്ട് ഒരു വാക്ക് ഉണ്ടാക്കിയിട്ടില്ല. പരനാറി ഏത് ശബ്ദ ധാരാവലിയിലാണ് ഉള്ളത്? പരനാറി അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത്. പരനാറി എനിക്കറിയാത്തോണ്ടാ ചോദിക്കണേ. ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദധാരാവലി എടുത്ത് നോക്കിയാൽ അത് അതിനകത്തുണ്ട്. എന്താ പരനാറിയ? ശ്രീകണ്ഠേശ്വരത്തിന്റെ ശബ്ദധാരാവലിയിലുണ്ട് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന്. തീർച്ചയായിട്ടും കനാറി എന്നുള്ള വാക്കുണ്ട്, നാറി എന്നുള്ള വാക്കുണ്ട്, പരനാറി എന്നുള്ള വാക്കുണ്ട്. ഇതിന് ഓരോന്നിന്റെ അർത്ഥം ഞാൻ വേണമെങ്കിൽ വ്യത്യസ്തമായിട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വൈയാകരണന്മാരോട് ചോദിക്കാം. വ്യാകരണം കൈകാര്യം ചെയ്യുന്നവരുടെ ഞാൻ ചോദിക്കാം. ഒരു നിമിഷം ഡോക്ടർ ജയരാജ്, ഒരു കാര്യം ചെയ്യും ഡോക്ടർ ജയരാജ്. ഈ വേടനെ സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് നിയമിക്കുക. മൂന്നാമത്തെ പോയിന്റ് പിന്നെ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, ഇതിനകത്ത് ഇടപെടാതിരിക്കൂ. ജാതിപരമായി സ്പർദ്ധ ഉണ്ടാക്കുന്നു. ജാതി പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജാതീയമായി അടിച്ചമർത്തൽ ഉണ്ടാക്കുക എന്നൊക്കെയാണല്ലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പം അങ്ങനെ ജാതി വിവേചനമൊന്നുമില്ല. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ദുരഭിമാന കൊല നടക്കുന്നത്. കർണാടകയിലാണ് ബ്രാഹ്മണർ കഴിച്ച ഭക്ഷണത്തിനകത്ത് എച്ചിലിൽ കിടന്ന് ഉരുളുന്ന ഒരു ആചാരമോ അനുഷ്ഠാനമോ എന്താണെന്ന് എനിക്കറിയില്ല അത് പറയുന്നത്. അക്കർമാസി എടുത്ത് വായിച്ചു നോക്കിയാൽ, ശരൺകുമാർ ലംബാളയുടെ അക്കർമാസി എടുത്ത് വായിച്ചു നോക്കിയാൽ പെരുമാൾ മുരുകന്റെ പുസ്തകങ്ങളിൽ ഇത്തരത്തിലുള്ള ജാതീയമായ പീഡനങ്ങളെ കുറിച്ച് വളരെ വിശദമായ വിവരണം തന്നെയുണ്ട്. ഇത്തരം പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന രീതിയിൽ ഇന്ത്യയിലെ ജനവിഭാഗം ഇപ്പോഴും ജനാധിപത്യത്തിന്റെ പേരിൽ അടിമത്തത്തിലാണ് ജനവിഭാഗം. പിന്നെ ചങ്ങമ്പുഴ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പറഞ്ഞത് ചങ്ങമ്പുഴ. മലയപ്പുലയൻ വാഴ നട്ടതിനെ കുറിച്ച് എഴുതിയ ചങ്ങമ്പുഴ പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥ, ജാതി വിവേചനം ഇപ്പോഴും കേരളം എന്ന് പറയുന്ന ഈ ഗോത്ര സമൂഹത്തിൽ ഇന്നും നിലനിൽപ്പുണ്ട്. കണ്ണട ചിരുട്ടാക്കിയിട്ട് പ്രിയപ്പെട്ട ജയരാജ്, ഈ വേടൻ പ്രിയപ്പെട്ട ജയരാജ്, മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് കറുത്ത വർഗ്ഗക്കാരനായ ഒരു പയ്യൻ പാടുന്നതിനോട് ഇത്രയധികം അസഹിഷ്ണുത വരുന്നത്. പ്രിയപ്പെട്ട ജയരാജ്, ഈ കേരളത്തിൽ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നു. വേടൻ അതിനെ കുറിച്ചൊക്കെ പാടുവോ? സംഭവിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടുന്നു. വേടൻ അതിനെ കുറിച്ചൊക്കെ പാടുവോ? ഈ അസഹിഷ്ണുത എന്തിനാണ്? അതെ, കറുത്ത വർഗത്തിനെതിരെ പറഞ്ഞ ഞാൻ വളരെ വെളുത്തതാണെന്ന് പറഞ്ഞാൽ സന്തോഷം. ഓക്കെ, ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ആര് വെളുത്താന്ന് എനിക്കറിയില്ല. വെളുത്താണോ ഇല്ല, സമയമായി ജയരാജ്, സമയമായി. നടേശ സാർ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്തായാലും എന്താ പറയണ്ടാവും, ഉറങ്ങുന്നവരെയല്ലേ നമുക്ക് എഴുന്നേൽപ്പിക്കാം, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഒരിക്കലും എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. അല്ല, ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഈ
മോശം വാക്കുകൾ ഉണ്ട്, അതിനെ വെറുതെ ന്യായീകരിച്ച് നല്ലതാക്കരുത്. ഓക്കെ. പിന്നെ ശുംഭൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളങ്ങുന്നവനെന്നല്ല, അത് നുണ പറഞ്ഞതാണത്, മനസ്സിലായില്ലേ? പരനാറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിടത്തും പ്രയോഗിക്കാത്തതാണ്. അത് ഏത് ഡിക്ഷണറിയിലുണ്ടെന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാത്തതാണ്. നിങ്ങൾ പറഞ്ഞ വ്യാകരണം പഠിച്ച ആളാണ് ഞാൻ. ഡിക്ഷണറിയിലുള്ള അർത്ഥത്തിന് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് മാത്രമാണുള്ളത്. ലോകത്തിലെ വ്യവഹാരത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അങ്ങനെയുള്ള വ്യവഹാരത്തിൽ ആണ് നല്ലതേത് ചീത്തയേത് എന്ന് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതിനെല്ലാം നേരെ തിരിച്ചെടുക്കുന്നത് ശരിയല്ലത്. പിന്നെ തെറ്റുകൾ ആര് ചെയ്താലും അതിനെ ന്യായീകരിച്ച് ശരിയാക്കരുത്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആധുനിക സംഗീതത്തിൻ്റെ പടത്തലവനെന്നാണ് പറഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദൻ മാഷ. അപ്പം നാളെ കലാമണ്ഡലത്തിലും RLVയിലും അതുപോലെ തന്നെ സംഗീത കോളേജിലൊക്കെ ചെന്നിട്ട് ഒരു കാര്യം ചെയ്ത് നിർത്തിക്കോളൂ പരിപാടി. നാളെ നമ്മുടെ വേടൻ്റെ പാട്ട് ആധുനിക സംഗീതമാണ്, വിപ്ലവമാണ്, ഇനി അത് മതി എന്ന് പറയാനുള്ള പുറപ്പാടാണോ? ഇതെല്ലാം വളരെ വളരെ മോശമായ പ്രവണതകളാണ്. ഒരു കാരണവശാലും ഇതിനെ ന്യായീകരിക്കരുത് എന്നൊരൊറ്റ കാരണം മാത്രമാണ് നമുക്ക് അവസാനിപ്പിക്കാം. വേടൻ ആടുകയോ പാടുകയോ ചെയ്തു കൊള്ളട്ടെ, അയാളിലെ കലാകാരനെ അംഗീകരിക്കുന്നു. പക്ഷേ അയാൾ ആരുടെയെങ്കിലും ചട്ടുകമായി പ്രവർത്തിക്കുന്നത് ആശാസ്യമല്ല. ഈ ചെറുപ്പക്കാരന് പാട്ടിൽ ഭാവിയുണ്ട്. അബദ്ധസഞ്ചാരികൾക്കൊപ്പം ചേർന്ന് അദ്ദേഹം ആ നല്ല ഭാവി കളയാതിരിക്കുക. യുവതയ്ക്ക് മാതൃകയാവാനുള്ള യോഗ്യത തനിക്കുണ്ടോ എന്ന് സ്വയം വിമർശനാത്മകമായി വിലയിരുത്തുന്നതും നല്ലതാണ്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും